ഈ ദിവസം മുഴുവനും നമ്മളെ പരിപാലിച്ച് കർത്താവ് നമ്മളെ ശക്തിയാലും അഭിഷേകത്താലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാലും നയിച്ചതോർത്ത് ഹല്ലേലൂയ. കരങ്ങളെ നൂർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം. ഈ നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന സ്തോത്രം. പരിശുദ്ധ പിതാവേ, കടന്നു വന്നിരിക്കുന്ന ഞങ്ങളേവരെയും അങ്ങയുടെ ആത്മശക്തിയിലും അഭിഷേകത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ഞങ്ങളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഇനി രാത്രിയിൽ ഏറ്റവും മഹത്തായ നാമത്തെ ഞങ്ങൾ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അനവധി പ്രശ്നങ്ങളെയല്ല ഞങ്ങൾ നോക്കുന്നത് കർത്താവെ, കുറവുകളെല്ലാം ഞങ്ങൾ നോക്കുന്നത് കർത്താവെ, തികഞ്ഞ പ്രത്യാശയോടുകൂടി തന്നെ കർത്താവെ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങിലേക്ക് നോക്കുകയാണ് കർത്താവെ, സ്തോത്രം. അവിടുന്ന് കർത്താവെ പ്രത്യാശ നൽകുന്ന ഹല്ലേലൂയ ദൈവം, വിശ്വാസത്തിൻ്റെ ശക്തി നൽകുന്ന ദൈവം, പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ദൈവം ഇന്ന് നീ ഞങ്ങളെ ഹല്ലേലൂയ ആത്മാവിൽ ശക്തീകരിക്കും. ഹല്ലേലൂയ, ഒരു പുതിയ പ്രവൃത്തി ഞങ്ങളുടെ മേൽ തുടങ്ങിയിരിക്കും കർത്താവെ. അതിനായി ദൈവം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. ഇന്ന് രാത്രിയിൽ കർത്താവ് ദൈവ ശബ്ദം കേൾപ്പാനും കർത്താവെ അങ്ങയുടെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാനും ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് കർത്താവെ വലിയ സന്തോഷത്തോടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം ആശ്വാസവും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് കർത്താവെ ചില ദൈവ പ്രവൃത്തികൾ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ലഭിക്കാത്തൊരു മാനസാന്തരത്തിൻ്റെ, രൂപാന്തരത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ ഹല്ലേലൂയ വലിയ പ്രവൃത്തി ഇന്ന് ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മുഴുവൻ മഹത്വം ഞങ്ങൾ കർത്താവിന് തരുന്ന കർത്താവ്, സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ അധികമായി ചോദിക്കുകയാണ് കർത്താവ്, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ മുഴുവനായി താഴ്ത്തുന്ന കർത്താവ്, പൂർണ്ണ മഹത്വം ഞങ്ങൾ കർത്താവിന് തരുന്ന കർത്താവ്. പ്രാർത്ഥനയുടേതായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നല്ല കാര്യ
പാടിയാട്ടെ. നിൻ സന്നിധി മതി യേശുവേ, നിൻ സാന്നിധ്യം മതി എന്നുമേ. പിരിയാതെ പിരിയാതെ വിട്ടു പിരിയാതെ അകലാതെ അറിയുന്നു നിൻ സാന്നിധ്യം. സർവശക്തൻ നീയേ, സർവജ്ഞാനി നീയേ, പാപിക്കു രക്ഷ നീയേ, രോഗിക്കു വൈദ്യൻ നീയേ. സർവശക്തൻ നീയേ, സർവജ്ഞാനി നീയേ, പാപിക്കു രക്ഷ നീയേ, രോഗിക്കു വൈദ്യൻ നീയേ. അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും കാണുകില്ലേ. അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും കാണുകില്ലേ. ഉന്നതനുയർന്നവനേ, ആമേൻ. ആദിലും അന്ത്യവുമേ, ഉന്നതനുയർന്നവനേ, അപ്പാ. ആദിലും അന്ത്യവുമേ, യേശു എന്റെ യേശു, യേശു എന്റെ യേശു. അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും കാണുകില്ലേ. അങ്ങേ പോലെ ആരുമില്ലേ,
നമ്മുടെ കൺവെൻഷൻ്റെ 3-ാം ദിവസം കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹത്തോടെ ഇവിടെ കൂട്ടിവരുന്ന കൃപ നന്ദിയോടെ നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിനെ കടക്കാം. 1 Petrus 5:10 കർത്താവ് വചന പ്രകാരം പറയുന്നു, നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിച്ച് തൻ്റെ നിത്യ തേജസ്സിനു വേണ്ടി ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനവുമായി ദൈവം അയച്ച അരുൾപ്പാടുകളുമായി അയച്ച ദൈവദാസൻ പാസ്റ്റർ നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് ആ പാസ്റ്ററെ നമുക്ക് കരങ്ങളെ അടിച്ച് നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. കർത്താവിന്റെ വചനം ശ്രദ്ധയോടെ കേൾക്കാം. വെരി നൈസ്. നിങ്ങളുടെ ദേവദാസനുമായിട്ട് എനിക്ക് ഒത്തിരി അടുപ്പമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാനല്ല വന്നേക്കുന്നേ. ഓരോ സീസണിൽ നമുക്ക് ഒരു മെസ്സേജ് ഉണ്ടല്ലേ. പ്രസംഗിക്കുന്നവർക്കറിയാം, ഓരോ സീസണിൽ അവരെ ബാധിക്കുന്ന അവരെ മനസ്സിനെ ഹേമിക്കുന്ന വിഷയങ്ങൾ, ഭാരങ്ങൾ എല്ലാം നമ്മുടെ ചിന്തകളിൽ വന്നുപെടും. ആ ചിന്തകളിലൂടെ നാം ദൈവത്തെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവനെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർക്ക് അവൻ തന്നെത്താൻ വെളിപ്പെടുത്തും. അപ്പോൾ നാം സത്യം അറിയും. സത്യത്തിൻ്റെ ആത്മാവ് സകല ജഡത്തിന്മേലും വരുമ്പോൾ സത്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. വെളിപ്പെട്ട് കിട്ടിയ സത്യം നമ്മെ സ്വതന്ത്രമാക്കും. അപ്പോൾ അബദ്ധങ്ങൾ പൊളിഞ്ഞു പോകും. അപ്പോൾ യഥാസ്ഥാനമുണ്ടാകും. എനിക്ക് ഒരു യഥാസ്ഥാനം ആവശ്യമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയാൽ, ആ ബം നോട്ട് വായിച്ചപ്പോൾ ഒന്ന് ചിരിച്ച ആ മോനെ പോലെ അത്രയും സിമ്പിളായിട്ട് അങ്ങ് എടുത്താൽ മതി. ഒത്തിരി ഈഗോ ഒന്നും വേണ്ട. അയ്യോ എന്തായിത്തീരും? ഒന്നും ആയിത്തീരത്തില്ല. കർത്താവ് കരുണയുള്ളവനാണ്. പക്ഷെ നമ്മളും കരുണയുള്ളവരായിരിക്കണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണ ഇല്ലാത്തവർ നിർഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കത്തില്ല. If you deny me, I will deny you. അവനെ നാം ത്യജിച്ചു കളഞ്ഞാൽ അവൻ നമ്മെ ത്യജിച്ചു കളയും. ഹല്ലേലൂയ. എന്നാൽ ഏറ്റവും എളുപ്പം ത്യജിച്ചു കളയാൻ യേശുവിനെയാണ്. കോരപ്പനും മാത്തച്ഛനും ലൂക്കോച്ചനും എല്ലാം പോയി, നിനക്കും പോകാമായിരുന്നില്ലോടാ എന്നാണ് ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്. ഏറ്റവും ഈസിയായിട്ട് വിട്ടുകളയാൻ എളുപ്പമുള്ള ഒരു സ്നേഹിതനാണ് യേശു. പക്ഷെ അവൻ സ്നേഹിതൻ മാത്രമല്ല, അവൻ കർത്താവും ദൈവവും വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായിരിക്കുന്നത് നാം മറന്നു പോകുമ്പോൾ യേശുവിനെ മുറുകെ പിടിക്കാതെ പല കാര്യങ്ങളെ മുറുകെ പിടിച്ച് തലയും കുത്തി താഴെ വീഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാം വീണിട്ടില്ലേ? ശരിക്കൊന്ന് പരിശോധിച്ചാൽ നമ്മൾ സമ്മതിക്കും. പ്രൈസ് ദി ലോർഡ്. കൊച്ചിക്കാർക്ക് പൊതുവെ ജാടയോട് ഒരു അലർജിയുള്ള പട്ടണമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റു പട്ടണങ്ങളെക്കാട്ടും മലയാളികളുടെ ഇടയിൽ കൊച്ചിയിൽ ജാട കാണിച്ചാൽ അത് പിന്നെ വേറെ കൊച്ചിയുടെ ജാട കാണേണ്ടി വരും. അപ്പോൾ പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തുവാൻ കഴിഞ്ഞാൽ നമുക്ക് കൃപ ലഭിക്കും. നമ്മൾ തെറ്റിപ്പോയാലും ദൈവം നമ്മോട് ക്ഷമിക്കുകയും നമ്മെ വിശുദ്ധീകരിക്കുകയും എല്ലാം ചെയ്യും. കാരണം ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചത്, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, കർത്താവായ യേശു വേഗം വരുന്നു.
അവൻ മുഖപക്ഷം കൂടാതെ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ ഈ ദിവസങ്ങളിൽ എന്നെ ബാധിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേ ധ്യാനത്തിൽ നിന്ന് തീ കത്തിയ ഒരു സംഭവമാണ് ഇന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് 2 ശമൂവേൽ 5:18 വായിച്ചാൽ, ബൈബിളുള്ളവരെല്ലാം എടുത്തോ, കാരണം ഞാൻ ഉച്ചത്തിൽ നിങ്ങൾ വായിക്കാൻ പറയും. ഫെലിസ്ത്യർ വന്ന് താഴ്വരയിൽ പരന്നു. താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് യഹോവയോട് ഓക്കെ, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? ഒന്നും കൂടെ വായിച്ചോട്ടെ. അപ്പോൾ ദാവീദ് യഹോവയോട്. ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ ദാവീദ് ദൈവത്തെ അന്വേഷിക്കുന്നു. ഇവിടെ പ്രതിസന്ധിയിൽ ഇരിക്കുന്ന പലരും കാണുമായിരിക്കാം. ഹല്ലേലൂയ. കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തെ അന്വേഷിച്ചാൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഫുള്ള് ഇങ്ങനെ ബാധിച്ചുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. കർത്താവിന് വേറെ 100 പണിയുണ്ടേ. ഹല്ലേലൂയ. നമ്മളോട് ദയ ചെയ്യുന്നത് കൊണ്ട് അവൻ നമ്മോട് സംസാരിക്കും. പക്ഷേ if we deny him, he will deny us. കർത്താവൻ തങ്ങളുടെ ഹൃദയം ഏകാഗ്ര ചിത്തമായിരിക്കുന്ന തൻ്റെ ഭക്തരോട് ഇടപെടാൻ കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ്. ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അഭക്തിയുള്ളവർ തമ്മിൽ സംസാരിച്ചു, കർത്താവ് ഒന്നും കേട്ടില്ല. നമ്മുടെ ദൈവം ചിലപ്പോൾ പൊട്ടനൊക്കെ ആവും കേട്ടോ. കാരണം നമ്മൾ പൊട്ടന്മാരായിരിക്കുമ്പോൾ കർത്താവിന് ഇച്ചിരി മടുപ്പുണ്ടാവും അല്ലേ? ഇസ്രായേലിനോട് ദൈവത്തിന് നീരസം തോന്നി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് നമ്മൾ വായിച്ചിട്ടില്ലയോ? ഓക്കെ, ഒരു പ്രശ്നത്തിന്റെ മുൻപിൽ അവർ ദൈവത്തെ, ദാവീദ് യഹോവയെ അന്വേഷിച്ചു. ആമേൻ. ഓക്കെ, വായിച്ചാൽ, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. രാജാവിന് ശക്തിയുണ്ട്, സൈന്യമുണ്ട്, ആലോചനയുണ്ട്. ദാവീദിനെ കുറിച്ചും തൻ്റെ കൂടെയുള്ളവരെ കുറിച്ചും നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ കൂടെയുള്ളവർ മഹാപരാക്രമശാലികളായിരുന്നെന്ന് നാം വായിക്കുന്നില്ലയോ? അപ്പൊ പരാക്രമശാലികളായ ശക്തന്മാരായ വാളേന്തിയ വീരന്മാർ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കുതിരകളിലും സൈന്യത്തിലും ഒന്നും ആശ്രയിക്കാതെ താൻ യഹോവയിൽ ആശ്രയിച്ചതിനാൽ എന്ത് സംഭവിച്ചെന്നാ വായിക്കുന്നത്. ഇത് ഏതുപോലെ തലമുത്തി വീണെന്ന പ്രൈസ് വായിക്കാൻ പോകുന്നത്. ഓക്കെ, വായിച്ചാട്ടെ. പുറപ്പെടുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ ദാവീദിനോട് അരുളി ചെയ്തു. ആരോടോ ദൈവം പറയുന്നു, പുറപ്പെടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ദൈവത്തെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ, യെസ്, ഹല്ലേലൂയ, പുറപ്പെടുക എന്നൊരു ശബ്ദം നിങ്ങളുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. എന്നാൽ വെറുതെ അങ്ങോട്ട് ട്രാവം പറഞ്ഞതുകൊണ്ട് പുറപ്പെടരുത്. ഇതിനെല്ലാത്തിനും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ടാവും. സാഹചര്യ തെളിവുകൾ ദൈവം നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കും. അത് നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കല്യാണം കഴിക്കുന്ന ഉടനെ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ആൺപിള്ളേർ വന്നിട്ട് പറയും, എന്നോട് ദൈവം ഇപ്പം സംസാരിച്ചായിരുന്നു. അവനോട് ദൈവം സംസാരിച്ചിട്ട് അവൻ കുറേ നാളായിട്ട് കേട്ടിട്ടേ ഇല്ല. പക്ഷെ കല്യാണം വരുമ്പോഴേക്കും പെട്ടെന്ന് പറയും, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ഇത് തന്നെയാണ്. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. കല്യാണത്തിനായി ഒരുങ്ങുന്നവർ, മക്കളെ ഒരുക്കുന്നവർ ശ്രദ്ധിക്കുക. പ്രവാചകൻ പറഞ്ഞതുകൊണ്ട് കല്യാണം കഴിക്കരുത്. പ്രവാചകൻ പിന്നെ വന്നിട്ട് പറയും അത് പോരാട്ടായിരുന്നെന്ന് പറയും. കല്യാണം കഴിക്കാൻ പോകുന്നവർ, കല്യാണം കഴിപ്പിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അബൌട്ട് ബിബ്ലിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് ലൈഫ് സ്റ്റൈൽ വേണം, സാക്ഷ്യം വേണം. കല്യാണം കഴിക്കാൻ പോകുന്ന പിള്ളേർ ഓർത്തോണം, പ്രത്യേകിച്ച് ഒരു 18 വയസ്സ് ആകുമ്പോൾ മുതൽ നന്നായിട്ട് നടന്നാൽ നല്ലതാണ്. കാരണം അന്വേഷിക്കും, പിന്നീട് കല്യാണത്തിൻ്റെ സമയം വരുമ്പോഴേക്കും അന്വേഷിക്കും അവളെങ്ങനെയുണ്ട്,
ഇവനെങ്ങനെ ഉണ്ട്? ക്ലാസ്മേറ്റ്സിനോട് അന്വേഷിക്കും. ഏതാ? LKG മുതലേ, സ്കൂൾ മുതലേ, കോളേജ് മുതലേ പിള്ളേർ അപ്പോൾ മുതൽ ഒരു ബോധം ഉണ്ടാകട്ടെ, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാനും മറിയാനും എല്ലാം പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പിള്ളേർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് യൂറോപ്പിലേക്കും കാനഡയിലേക്കൊക്കെ പോകുന്ന കാലമാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് ജീവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, യേശുവിനോട് കൂടെയാണ് ജീവിക്കുന്നതെന്ന് ഉറപ്പാക്കി ജീവിച്ചാൽ നിങ്ങൾ എവിടെ പോയാലും ജീവിക്കും. അവൻ നിങ്ങളെ ജീവിപ്പിക്കും. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, പ്രതിസന്ധി വരുമ്പോഴല്ല, കണ്ടെത്താവുന്ന കാലത്ത് തന്നെ കർത്താവായ യേശു ക്രിസ്തു എന്ന തലയെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഭയപ്പെട്ടു പോകാതിരിക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരി ശ്രദ്ധിക്കണം. കല്യാണം എന്താണാവോ ഇത് എനിക്ക് വീണ്ടും പറയാൻ തോന്നുന്നു. വിവാഹം കഴിക്കുന്നവർ നിങ്ങൾ നല്ലപോലെ കല്യാണം ആലോചിച്ചിട്ട് ആ വ്യക്തിയെക്കുറിച്ച്, കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ശരിക്കും അന്വേഷിക്കണം, നല്ലപോലെ അന്വേഷിക്കണം. ഹല്ലേലൂയ. കൂട്ടുകാരെങ്ങനെയുണ്ട്? അല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടോ? ഏതാ? ഒന്ന് ചൊറിഞ്ഞാൽ തിരിച്ച് ചൊറിയോ? ഓയിൻമെൻ്റ് വല്ലതും പുരട്ടണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഥാർത്ഥമായും വീണ്ടും ജനിച്ചതാണോ അതോ അഭിനയിച്ചതാണോ? ഈ അടുത്ത് ഒരു പയ്യനെ കുറിച്ച് കേട്ടു. അവനൊരു ദൈവദാസൻ്റെ അടുക്കൽ 15 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കാറുണ്ട്. പറഞ്ഞ് വളരെ ശാന്തനായ ഒരു മനുഷ്യനായിരുന്നു. 15 കൊല്ലം കഴിഞ്ഞപ്പോൾ, അവൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഇത് നടക്കുകയില്ല, ഇവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നുമില്ല, അതൊക്കെ എല്ലാം കറക്റ്റാണ്, ശരി, നീ അവനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇല്ല, അവനെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വിട്ടു. സൈക്കാട്രിസ്റ്റ് പരിശോധിച്ചിട്ട് പറഞ്ഞു, അവനെ ഇത് പിടിക്കുവാണ്, എനിക്ക് പേടിയായത് പറയാൻ. സത്യമായിട്ട് നടന്ന കാര്യങ്ങളാണ്. സൈക്കാട്രിസ്റ്റ് പറഞ്ഞു, പെങ്കൊച്ചിനോട് പറഞ്ഞു, അയ്യോ ഇത് നടക്കുകയില്ല, നിനക്ക് അബദ്ധം പറ്റി. പ്രൈസ് ദി ലോർഡ്. സൈക്കാട്രിസ്റ്റ് പറയുമ്പോഴല്ല തിരുത്തേണ്ടി വരേണ്ടത് ഇത് നേരത്തെ വേണ്ടെന്ന് വെക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിവ് വേണം. അപ്പം എന്ത് ചെയ്യും? പ്രതിസന്ധി വരുന്നതിന് മുന്നമേ കല്യാണം സംബന്ധിച്ച് ദൈവത്തെ അന്വേഷിച്ചാൽ ഡിവോഴ്സ് ആകത്തില്ലെന്നാണ് പറഞ്ഞുകൊണ്ട് വന്നേ. പ്രൈസ് ദി ലോർഡ്. കല്യാണം കഴിക്കുന്നവർ കല്യാണത്തിന് മുന്നമേ തന്നെ പ്രാർത്ഥിക്കണം. എന്തിന്? ഞാനൊരു ബ്രൈഡാണെങ്കിൽ, ഞാനൊരു ബ്രൈഡ് ഗ്രൂമാണെങ്കിൽ എന്നെ തന്നെ ഞാൻ ദൈവത്തിന് സമർപ്പിച്ച് ദൈവമായിട്ട് ഹാർമണിയിൽ ഞാൻ നിൽക്കും. അങ്ങനെ ദൈവമായിട്ട് ഹാർമണിയിൽ നിൽക്കുന്ന ഞാൻ തിരഞ്ഞെടുക്കുന്ന, ദൈവം തിരഞ്ഞെടുത്ത ആ വ്യക്തിക്ക് ഞാൻ എന്നെ തന്നെ ഒരു ഗിഫ്റ്റായി കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ താല്പര്യമുള്ള, വിവാഹം കഴിക്കാത്ത എല്ലാവരും കൈപൊക്കി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശരിക്കും നോക്കുക ഞാൻ. നിങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് വരാതിരിക്കാൻ ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളൊരു വെളിപ്പാട് കണ്ടു, അതിൻ്റെ ബേസിൽ ചെയ്യരുത്. നിങ്ങൾ ചെയ്തോ, നിങ്ങളെ വെളിപ്പാട് കിട്ടിയിട്ട്, നിങ്ങൾക്ക് വ്യക്തിപരമായ വെളിപ്പാട് ദൈവം തന്നെ തന്നതായിരിക്കും. പക്ഷേ അന്വേഷിക്കുക, എന്താണ് വിഷയം. അപ്പോൾ ഈ അടുത്താണ് മനസ്സിലായത്, ഒരു വ്യക്തിയോട് പുള്ളി ഒത്തിരി നുണ പറയും. നുണ പറയുകയും ചെയ്യും, നുണ പറഞ്ഞൊന്ന് മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ നുണ പറയും. അപ്പം ഈ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല ഇത് പുള്ളിക്ക് ഇങ്ങനെ മാനസികമായ രോഗമുള്ളത് നുണ പറയുന്നതാണോ, എന്തായിരുന്നു ചോദിച്ചപ്പോൾ സൈക്കാട്രിസ്റ്റ് ഒരു ദൈവദാസനും കൂടി ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ല അത് നുണ പറഞ്ഞ് മാനസിക രോഗിയായതാണെന്ന്. നുണ പറഞ്ഞത് കൊണ്ട് രോഗമുണ്ടായത് എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കർത്തൃമേശയുടെ മുമ്പിൽ വന്നപ്പോൾ നുണ പറഞ്ഞത് ദൈവം ഓർപ്പിച്ചാണ്. മാനസാന്തരപ്പെടാതെ കർത്തൃമേശ എടുത്തപ്പോൾ വന്ന ഒരു രോഗത്തിൻ്റെ പേരാണ് മനോരോഗം. ബോഷ്കിൽ നിങ്ങൾ വിശ്വസിക്കരുത്, ബോഷ്ക്ക് പറയരുത്. അഥവാ പറഞ്ഞു പോയാൽ
കർത്താവേ ക്ഷമിക്കണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ആർക്കെങ്കിലും ദോഷമുണ്ടായെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു തലയെ മുറുകെ പിടിച്ചാൽ ക്ഷമ നിങ്ങൾക്ക് ലഭിക്കും, മനോരോഗിയാകത്തില്ല. അല്ലേ തന്നെ നമ്മളെല്ലാം 5% മനോരോഗികളാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് രാവിലെ എണീക്കുമ്പോൾ ഓർത്താൽ മതി, പത്രം വായിക്കണോ, ബൈബിൾ വായിക്കണോ, അതോ ബാത്റൂമിൽ പോകണോ, വെള്ളം കുടിക്കണോ, അല്ലേ? ഒരു കൺഫ്യൂഷൻ ഇല്ലേ? ചിലർ ഇങ്ങനെ ചെയ്യും. അതിന് പ്രത്യേകിച്ച് റീസണിങ് ഒന്നുമില്ല. അത് നമ്മുടെ ഒരു വട്ട. നമുക്കെല്ലാം എന്തെങ്കിലും പിരിയുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഇവിടെ വായിച്ചു കേട്ട വചനം ഹല്ലേലൂയ ഒരു പ്രൊഫസിയാണെന്ന് പറഞ്ഞത്. യഥാസ്ഥാനം. ആമേൻ. അത് എനിക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്കും ആവശ്യമുണ്ട്. എന്തിനാ നമ്മൾ കൂടെ ഇരുന്ന് ഈ ചിന്തിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചിൽ പോയി. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു, കഴിഞ്ഞ 21 ദിവസം ഭയങ്കരമായി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ വന്ന് പ്രസംഗിച്ചു, വളരെ അനുഗ്രഹമായിരുന്നു, എല്ലാം നന്നായിരുന്നു. ഞാൻ കയറിയപ്പോൾ ചോദിച്ചു, ആദ്യത്തെ ദിവസം പറഞ്ഞ മെസ്സേജ് എന്തായിരുന്നു എന്നൊന്ന് പറയാമോ? പിന്നെ എന്തിനാ 21 ദിവസം മീറ്റിംഗ് നടത്തിയ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം. 21ാമത്തെ ദിവസത്തിന് മുമ്പ്, 3 ആഴ്ചയ്ക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എന്താ കഴിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? പക്ഷെ അന്ന് കഴിച്ചത് കൊണ്ടായി ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പല വശങ്ങളുണ്ട്. നിങ്ങൾ മീറ്റിങ്ങിൽ പോയപ്പോൾ അത് ഓർത്തില്ലെങ്കിലും അപ്പോൾ ദൈവവചനം വന്നിട്ട് എന്തോ നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്തിട്ട് എന്തോ ഒരു കാര്യം ചെയ്തപ്പോൾ എന്തോ ഒരു കാര്യം ഉണ്ടായി. പക്ഷെ ചങ്കിനകത്ത് എഴുതാൻ ചങ്ക് വിട്ടുകൊടുത്താൽ കർത്താവ് ചങ്കിനകത്ത് അവൻ്റെ വചനം എഴുതും. ആ വചനം നിന്നെ ജീവിപ്പിക്കും. അനേക സഭകൾക്ക് ജീവനില്ലാതെ പോകുന്നു, കാരണം ചങ്ക് കൊടുക്കുന്നില്ല. കർത്താവ് ആകെ ചോദിക്കുന്നൊരു കാര്യം, നിന്റെ ഹൃദയം എനിക്ക് താ. Create in me a pure heart. അത് പരിശുദ്ധനായ ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഹൃദയം ഒരുപാട് വഞ്ചനയുള്ളതാണ്. ഏറ്റവും കൂടുതൽ നാം നുണ പറയുന്നത് നമ്മളോട് തന്നെയാണ്. കള്ളുകൂടിയന്മാർ നുണ പറയുന്നത് കേട്ടിട്ടില്ല? ഇത് ലാസ്റ്റ് പേക്കാ കേട്ടോ, ഇനി അടിക്കത്തേ ഇല്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടിക്കും, ബോധം കെട്ട് വീഴുന്നവരെ അടിക്കും, നാളെ പിന്നെയും അടിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ നുണ പറയുന്നത് ഡിസംബർ 31-ാം തീയതി ആയിരിക്കും. ഞാൻ രാവിലെ മുതൽ ബൈബിൾ വായിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കണ്ണുകളെ അടച്ച് നോക്കിയാൽ പറഞ്ഞ എത്ര നുണകളുണ്ട്. ഒന്നാണ് കണ്ണുകളെ ശരിക്കും ഒന്ന് അടച്ചിട്ട്, കർത്താവ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ നുണയാണെങ്കിലും നുണയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് നുണ പറയും. നമ്മൾ പാടും ഐ സറണ്ടർ ഓൾ എന്നൊക്കെ പാടും. പക്ഷേ ഹൃദയം കൊടുക്കാതെയാ. ഹൃദയം മാറ്റി നമ്മൾ സ്വന്തമായിട്ട് അലമാരി വെച്ച് പൂട്ടി വെച്ചേക്കുക. Praise the Lord. Tonight open it. Seek God's heart. ഹൃദയം അന്വേഷിച്ച് നമ്മുടെ ഹൃദയം അങ്ങോട്ട് കൊടുത്താൽ മതി. ഇത് എത്ര അഴുക്കാണെങ്കിലും യേശുവിൻ്റെ രക്തത്താൽ അത് കഴുകി ദൈവം തൻ്റെ വചനം അയച്ച് ആ കർത്താവ് പാപം മൂലം ഉണ്ടായ രോഗം, മനോരോഗമാണെങ്കിലും കൊള്ളാം, എന്ത് രോഗമാണെങ്കിലും, ഏത് നിലയിലുള്ള ആത്മീക ക്ഷതമാണെങ്കിലും ദൈവത്തിന് നമ്മെ ജീവിപ്പിക്കുവാൻ കഴിയും. യേശു കർത്താവ് പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ യോഗ്യമായ വചനമാകുന്നു. യേശു നമ്മുടെ രക്ഷകനായതിനാൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് യഥാസ്ഥാനപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ദൈവമായിട്ട് നിരപ്പിൽ ജീവിക്കാൻ പറ്റും. നിന്റെ സമാധാനവും സന്തോഷവും ആരും കവരത്തില്ല. ഓക്കെ, വായിച്ചാട്ടെ ബ്രദറെ. അങ്ങനെ ദാവീദ് ബാൽ പെരാസിമിൽ ചെന്ന് അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ യഹോവ എന്റെ മുമ്പിൽ എന്റെ ശത്രുക്കളെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽ പെരാസിം എന്ന പേർ പറഞ്ഞു വരുന്നു. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചരയ്ക്കും. ആരാ നിങ്ങള്?
ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർ. പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. ദൈവം പെർഫെക്റ്റായവരെ അന്വേഷിച്ചല്ല വന്നത്. പാപികളെ രക്ഷിപ്പാനായ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അതൊന്നാമത് നമുക്ക് വിശ്വസിക്കണം. അതുകൊണ്ട് എല്ലാവരെയും കയറി വിധിക്കണ്ട, എല്ലാവരെയും വിവേചിച്ചോ. ആത്മീകൻ എല്ലാവരെയും വിവേചിക്കണം, പക്ഷെ എല്ലാവരെയും വിധിക്കണ്ട. ഫൈനൽ വിധിയെല്ലാം കർത്താവ് പറഞ്ഞോളൂ. കാരണം കർത്താവിൻ്റെ ഒരു കാര്യമാണ്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നും, നീ പോടാന്ന് പറയും. Praise the Lord. He is God. He is God Almighty. Holy is He. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം. വായിച്ചാട്ടെ ബ്രോ. അവിടെ അവർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഇട്ടിച്ചു പോയി. ദാവീദും അവന്റെ ആളുകളും അവയെ എടുത്ത് കൊണ്ടുപോന്നു. ഫെലിസ്ത്യർ പിന്നെയും വന്ന് റെഫായിം താഴ്വരയിൽ പരന്നു. വിഗ്രഹങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന കുഴപ്പമാട്ടോ. പണ്ട് ഈ സെൽ മീറ്റിംഗ് ഒക്കെ തുടങ്ങുന്ന ഭവനം ഒന്ന് ക്ലെൻസ് ചെയ്യാൻ പറയും. ഓക്കെ, വീട്ടിലിരിക്കുന്ന പാട്ടയെല്ലാം പൊക്കി നോക്കും, കുപ്പികളെല്ലാം പലതും പൊക്കി നോക്കും. പലതിൻ്റെ അടിയിൽ പല ക്ഷുദ്രം ചെയ്ത സാധനങ്ങളും കുഴപ്പം പിടിച്ച ഡിസൈനുകളും പല പല സീക്രട്ട് സൈറ്റാനിക് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് കാട്ടി കളഞ്ഞേക്ക്. ആമേൻ. നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ, നിങ്ങൾ പുതിയ വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഐറ്റംസ്, പല ഐറ്റംസ് ഉണ്ട്, പല ഐറ്റംസ് കാണും. അതെല്ലാം സ്ട്രോങ് ഹോൾഡ്സ് ആയി മാറും. ചില ശബ്ദങ്ങൾ വരുന്നതിന് ഒരു വീട്ടിൽ ഭയങ്കരമായിട്ട് ഒരു പുതിയൊരു വീട്ടിലോട്ട് ഒരു വിശ്വാസി വീട്ടുകാർ ചെന്നതാണ്. അവിടെ ഒരുപാട് ഈ വിച്ച് ക്രാഫ്റ്റൊക്കെ നടന്നൊരു വീടാണ്. ഒരു ആത്മഹത്യയും അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചെന്നപ്പോൾ മുതലേ ഒരു പൂച്ച വരുന്ന ശബ്ദം, ഒരു കൊച്ചു കരയും, പെട്ടെന്ന് ചിരിക്കും എന്നൊക്കെ. രാത്രി 12 മണിക്കും ഒക്കെ ഈ കൊക്കാച്ചി സമയത്തെല്ലാം ഇങ്ങനെ പല പല ബുദ്ധിമുട്ടും. അവസാനം വീട് മാറാന്നൊക്കെ വിരിച്ചപ്പോൾ ആരാണ്ടും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്ക്, 91-ാം സങ്കീർത്തനം ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ ചിന്തയാണ്. ദൈവത്തിൻ്റെ ചിന്ത ഞാനും നിങ്ങളും ധ്യാനിച്ചാൽ ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കും. നാം അത് ദൈവത്തിൻ്റെ ചിന്തയാകുന്ന ബൈബിൾ ഉറക്കെ വിശ്വസിച്ച് വായിച്ചാൽ തറയ്ക്ക് മനസ്സിലാവും, റൂഫിന് പിടികിട്ടും, ബാക്ടീരിയയും എല്ലാ വൈറസിനും പിടികിട്ടും. ഇത് ദൈവത്തിൻ്റെ ചിന്തയാണ്. വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചമുണ്ടായാൽ ഇരുട്ട് നമ്മെ വിട്ട് ഓടിപ്പോകും. നമ്മൾ ശാസിച്ചും പൽസിച്ചും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നാം വെളിച്ചമായാ മതി. അവൻ ജീവ വെളിച്ചം ആകുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. നാം ഒന്ന് മിന്നിയാ മതി. എങ്ങനെയാ മിന്നുന്നേ? വചനം വായിക്കുന്നതൊരു മിന്നലാണ്. യേശു കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവർ സംസാരിച്ച വചനം കേട്ടിട്ട് മിന്നൽ പോലെ സാത്താൻ നിലത്തു വീണിയവനെ കർത്താവ് തന്നെ ചവിട്ടി. ആമേൻ. Praise the Lord. Word of God is powerful. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഞാൻ പിള്ളേരോടൊക്കെ പറയുമ്പോൾ, എൻ്റെ വീട്ടിലെ ഈ കൊറോണ കാലത്ത് നടന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് പിള്ളേരോട് ഉറക്കെ ബൈബിൾ വായിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് 3 ആൺപിള്ളേരാണ്. കൊച്ചിയിൽ 3 ആൺപിള്ളേരെന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട്. പക്ഷെ അവർക്കൊക്കെ ഒരു ട്യൂണിങ് ദൈവവചനവുമായിട്ടുണ്ട് എന്നവർ വീണ്ടും വചനം വായിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി.
അത് ഉറക്കെ ബൈബിൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിപ്പിക്കണം, ബൈബിൾ വായിക്കണം. ഉറക്കെ എന്ന് പറഞ്ഞ് ബൈബിൾ വായിക്കണം, ഉറക്കെ വായിക്കണം, നിർത്തി വായിക്കണം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അത് മനോരമ പേപ്പർ വായിക്കുന്ന വരെ പള്ളി വായിച്ചാൽ മതി. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ യേശുവ ജൈറ എന്നാ നീ പറയുന്നത്. അവൻ അയച്ച വചനം നിവർത്തിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്വമാകിയാൽ അവൻ സത്യത്തിന്റെ സാക്ഷിയും വിശ്വസ്തനുമായതിനാൽ ഹല്ലേലൂയ അവൻ തൻ അയച്ച വചനം നിവർത്തിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പിന്നെന്താണ്? വിശ്വസിക്കുന്നത് ദൈവഹിതമായിരിക്കണം. കേറി എന്തെങ്കിലുമൊക്കെ അങ്ങ് വിശ്വസിക്കരുത്. പണ്ട് ശ്രീധർ തിയേറ്ററിൽ ഞാനൊരു സിനിമ കാണാൻ പോയി. ഇപ്പോഴും അതിലൊക്കെ കാണാറുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങനെ, ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറ്റ്നി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ, അവിടുത്തെ മാനേജർ ഇങ്ങനെ വരും. അപ്പോൾ പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പടം, എങ്ങനെയുണ്ട്? പുള്ളി താഴത്തോട്ട് പോയിക്കിട്ട് കൊള്ളാം, പിന്നെ കയറി അഭിനയിക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ പിടികിട്ടിയോ? എന്തും കയറി വിശ്വസിക്കരുത്. സത്യമേ വിശ്വസിക്കാവൂ. ബോഷ്ക്ക് വിശ്വസിക്കരുത്. നീ വിശ്വസിക്കുന്നത് ബോഷ്ക്കല്ലെന്ന് എങ്ങനെ അറിയാം? വചനം ഒച്ചത്തിൽ വായിച്ചാൽ തന്നെത്താനെ വെളിപ്പെട്ട് വരും. നീ വായിക്കുന്നത് ദൈവത്തിന്റെ ചിന്തയായതുകൊണ്ട് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പഠിപ്പിച്ച് ബൈബിൾ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത് ഏത്തിയസ്റ്റാണ്. വലിയ കഷ്ടമാണ്. സെറാംപൂർ യൂണിവേഴ്സിറ്റി സ്പോൺസർ ചെയ്യുന്നത് സൗദി അറേബ്യയാണ്. അതെങ്ങനെയുണ്ട്? സൗദി അറേബ്യ ഒരു സ്പോൺസറാണ് എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉദ്ദേശങ്ങൾ പലതാണ്. ഹല്ലേലൂയ. തിയോളജി ടെക്സ്റ്റ് പലതും എഴുതിയത് ഏത്തിയസ്റ്റുകളാണ്, ആർഗ്യുമെന്റുകളാണ്. വായിച്ച് ആൾക്കാർ അവസാനം ഏത്തിയസ്റ്റുകളാവും. 7 തിയോളജി PhD എടുത്ത ഒരു വ്യക്തി അവസാനം കട്ട ഏത്തിയസ്റ്റായി. ഡിഗ്രിയിൽ ആശ്രയിക്കരുത്. എൻ്റെ ഡിഗ്രി പ്രീഡിയും കുസ്തിയുമാണ്, അതുകൊണ്ട് പറയാനൊരു എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ തന്നെ മുറുകെ പിടിക്കണം. യേശു എന്ന തലയെ തന്നെ ശരീരം മുറുകെ പിടിച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടമാകും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അടുത്തത് വായിച്ചാട്ടെ. ദാവീദ് യഹോവയോട് ചോദിച്ചപ്പോൾ, നീ നേരെ ചെല്ലാതെ അവരുടെ പിമ്പുറത്തുകൂടെ വളഞ്ഞു ചെന്ന് സ്ട്രാറ്റജി ടു ഡു തിങ്സ്. കർത്താവ് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത്. ബിസിനസ്സുകാർ ഉണ്ടെങ്കിൽ കരമുയർത്തിയാട്ടെ. ബിസിനസ് സ്ട്രാറ്റജി എന്തെടുക്കണം ദൈവം പറഞ്ഞു തരും. പക്ഷെ കോൺവെർസേഷൻ വേണം. പ്രവാചകനെ അന്വേഷിക്കരുത്, പ്രവാചകയെ അന്വേഷിക്കരുത്. നീ നേരിട്ട് അന്വേഷിച്ചാൽ കർത്താവ് പ്രവാചകനായി വന്നോളും. കൂട്ടത്തിലൊരു പ്രവാചകൻ വന്ന് ദൈവം പറഞ്ഞ കാര്യം കൺഫേം ആയിട്ട് പറഞ്ഞ, ഞാൻ എനിക്കൊക്കെ അറിയാമെന്നൊന്നും പറഞ്ഞു ഇരിക്കണ്ട, ഓക്കെ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പുള്ളിക്ക് ഒരു സ്തോത്ര കാഴ്ചയും കൊടുത്തേക്ക്, കുഴപ്പമില്ല. പ്രവാചകൻ ഉള്ളത് കൊണ്ട് ആലോചനയ്ക്ക് അന്വേഷിച്ച് നടക്കരുത്. He is a wonderful counselor. The greatest prophecy is the word of God. ഇത് വായിച്ചാൽ ദൈവം സംസാരിക്കും. Amen. ഒരിക്കലൊരു ദൈവദാസൻ KK ബാബു എന്നാണ്, വൈക്കത്തുള്ളൊരു ദൈവദാസനാണ്. തൻ്റെ വീട്ടിൽ 4 മരണമുണ്ടായി. തൻ്റെ ഭാര്യ വിശ്വാസിയായിരുന്നു, രഹസ്യ വിശ്വാസിയായിരുന്നു. ഒരു ക്രിസ്ത്യൻസ് അല്ലായിരുന്നു, SNDP-കാരായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒത്തിരി സങ്കടപ്പെട്ടു. 4 പേര് മരിച്ചു. തൻ്റെ അനിയൻ മരിച്ചു, തൻ്റെ അങ്കിൾ മരിച്ചു, തൻ്റെ ഭാര്യ മരിച്ചു, ജനിപ്പാനിരുന്ന കുഞ്ഞ് മരിച്ചു. അങ്ങനെ 4 മരണങ്ങൾ. പുള്ളി ആകെ പ്രയാസപ്പെട്ട് എങ്ങനെ ഇരിക്കുമ്പോൾ താൻ
അവിടെ മേശവരിയുടെ അടിയിൽ ബ്ലേഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്ലേഡ്. താൻ വിചാരിച്ചു എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്ത്, ഞരമ്പ് കട്ട് ചെയ്ത് മരിക്കാം എന്ന് വിചാരിച്ചായിരുന്നു. ഓക്കെ, എല്ലാവരും ഉറങ്ങിക്കിടന്ന് താൻ ഈ മേശവരിയെ തപ്പി മേശയുടെ അടുത്ത് ചെന്നപ്പോൾ, ഹല്ലേലൂയ, മേശവരി പൊക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പുസ്തകം അവിടെ ഇരിക്കുന്നത് കണ്ടു. ആ പുസ്തകം ബൈബിൾ ആയിരുന്നു. എടുത്തത് ഇരുവായ്ത്തലയുള്ള വാളായിരുന്നു. അതെടുത്ത് വായിച്ചപ്പോൾ ദൈവം സംസാരിച്ചു. ഇന്ന് താൻ IPCയിലെ ഒരു സീനിയർ സെൻട്രൽ പാസ്റ്ററാണ്. ദൈവം സംസാരിക്കും. വിശ്വസിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ബൈബിളിനെ നമുക്ക് വിശ്വസിക്കാം. ആകെയുള്ള ജ്ഞാനത്തിന്റെ പുസ്തകമായിരുന്നു. ഏതാ? ആദ്യമുണ്ടായ രേഖകൾ എന്നൊക്കെ പറഞ്ഞ്, എഴുത്തെന്നൊക്കെ പറഞ്ഞ്, സ്ക്രോൾസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ബൈബിളാണ് എഴുതിയത്. ദൈവത്തിൻ്റെ ചിന്ത, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ, അത് സ്വീകരിച്ച അപ്പോസ്തലന്മാരും രാജാക്കന്മാരും എല്ലാം ഇരുന്ന് എഴുതിയതാണ്. നിങ്ങൾ 22-ാം സങ്കീർത്തനം വായിച്ചിട്ടുണ്ടോ? വായിക്കുമ്പോൾ അവിടെ ക്രൂശീകരണവും ഉയർപ്പും എല്ലാം സഭയും എല്ലാം ദാവീദ് വരച്ച് കാണിക്കുക. ശരി, 3000 വർഷങ്ങൾക്ക് മുൻപ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് നടക്കാനുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുക. ഹൃദയപ്രകാരമുള്ള മനുഷ്യന് ദൈവം കൊടുത്ത വെളിപ്പാട് താൻ സ്വീകരിച്ച് എഴുതിയത് നാം ധ്യാനിച്ചാൽ തീ കത്തിയിരിക്കും. അതിന് ബാംഗ്ലൂരൊന്നും പോണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊരു നല്ല സംഭവമാണ്. ബാംഗ്ലൂർ കാരണം ഇപ്പോൾ ആൾക്കാർ ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ വരുമോ? എല്ലാവരും ബിസിയാന്നാണ് പറഞ്ഞത്. താല്പര്യമില്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്ന നുണയാണ് ബിസി. ഭയങ്കര ബിസി ഇല്ലയോ? ഷോ, ചായ കുടിക്കാറുണ്ടോ? ബാത്റൂമിൽ പോവോ? ശ്വസിക്കുവോ? കഴിഞ്ഞ ആഴ്ച ഞാൻ ശ്വസിച്ചായിരുന്നു, പിന്നെ ഭയങ്കര ബിസി ആയതുകൊണ്ട് ഒരാഴ്ച പറ്റിയില്ല എന്ന്. പോടാ എന്ന് ഞാൻ മുഖത്ത് നോക്കി പറയും. ബിസി ആ വാക്ക് കീറിയേക്ക്. വാളാണേ, മുറിയും കുത്തും. ബിസി എന്ന വാക്ക് നീ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നീ നുണയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നല്ല ഉറപ്പുള്ളവർ ഒരു സ്വത്രം പറഞ്ഞേ. ആ സ്വത്രം ഇങ്ങനെ ഇതിനൊക്കെ പറയണം. യഥാസ്ഥാനം എന്ന വാക്ക് ആദ്യമേ തന്നെ കേട്ടുപോയി. അപ്പം ഞാൻ ശരിക്കും ഒന്ന് തിരിക്കുമായിട്ട്, ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ താക്കോല. എത്ര വലിയ റിവൈവൽ നടന്നാലും ബാംഗ്ലൂർ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ജനം അടുത്ത് നിന്ന്, അത് ആ സഭയിലെ കുഞ്ഞുങ്ങളാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്നാണ് പറയുന്നത്. അവരവിടെ നിന്ന് മണിക്കൂറുകൾ പല ആവർത്തി പലരായിട്ട് നിന്ന് ഹോൾഡ് ചെയ്തതാണ്. The church has to hold the presence of the Lord, then revival will come. പക്ഷെ റിവൈവൽ പട്ടണത്തിലേക്ക് പരക്കണം. പട്ടണത്തിൽ മാനസാന്തരം ഉണ്ടാകണം. പക്ഷെ അതിന് ആദ്യമേ തന്നെ അകത്ത് യഥാസ്ഥാനം ഉണ്ടാകണം. എനിക്ക് മാനസാന്തരം വേണം. ഞാൻ എൻ്റെ കുറവുകളെ ഏറ്റുപറയണം. ഞാൻ ദൈവമായിട്ട് നിരന്നാൽ നിരപ്പിൻ്റെ ശുശ്രൂഷ മൂലം, ഹല്ലേലൂയ, നാം സുവിശേഷമാകും. പരസ്യയോഗം നടക്കുമെന്നല്ല, ഞാനും നീയും സുവിശേഷമാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഒരാളെ നിങ്ങൾ ഇപ്പം ദേവദാസൻ പറഞ്ഞു ഇന്നാരിപ്പോൾ വന്ന് പ്രസംഗിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ മുതൽ ഇങ്ങനെ നിങ്ങൾ നോക്കുമല്ലേ, ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഏതാണ്ടൊക്കെ മനസ്സിലായി. ഇവിടെ വന്നപ്പോഴേക്കും, അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്നപ്പോഴേക്കും നിങ്ങൾക്ക് എന്നെ കുറേ മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചിലർ വിചാരിച്ചാണ് ഭയങ്കര ബേസ് ശബ്ദമായിരിക്കും. അപ്പോൾ ഹലോ അങ്ങനെയല്ലായിരുന്നു കേട്ടോ എന്ന് ആണെങ്കിലോ ഭയങ്കര ബോറായിരിക്കും അല്ലേ? ആമേൻ. പക്ഷെ ഇതെല്ലാം നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? നമ്മുടെ തലയിലെ രോമം എണ്ണപ്പെട്ടിരിക്കുക.
നീ കണ്ണടച്ചാലും തുറന്നാലും എല്ലാം ഇങ്ങനെ കർത്താവ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. യവൻ എപ്പോഴാ എന്നെ ഒന്ന് നോക്കുന്നേ? നീ പൂർണ്ണ ഹൃദയത്തോടെ അവനെ നോക്കിയാൽ അവന്റെ കണ്ണ് നിന്നെ നോക്കുന്നത് കാണും. Praise the Lord. മൂക്കിൽ ശ്വാസമുള്ളത് ഒക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ. മൂക്കിൽ ശ്വാസമുള്ളതൊക്കെയും സർവസൃഷ്ടിയും ദൈവത്തെ സ്തുതിക്കട്ടെ. ദാവീദ് പറഞ്ഞു, ഹല്ലേലൂയ, സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളെ എന്നോടുകൂടെ ദൈവത്തെ സ്തുതിപ്പിൻ. കൊറോണയെക്കാട്ടി കണ്ടേജിയസ് ആണ് വർഷിപ്പ്. നിന്നെ കണ്ടാൽ ആൾക്കാർ ദൈവത്തെ സ്തുതിക്കണം. നിന്നിൽ നിൽക്കുന്ന വാഴുന്ന യേശുവിനെ കണ്ട് അവനെ സ്തുതിക്കണം. Praise the Lord. അങ്ങനെ സ്തുതിയും ആരാധനയും ബാംഗ്ലൂരിൽ നടന്നു. കർത്താവേ സ്തോത്രം. അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരുടെ ചർച്ചയിൽ ഒരു കുന്തവും ഇല്ല കേട്ടോ. ഏതാ? എല്ലാവരും ബിസിയാ. കർത്താവ് ഒത്തിരി ബിസിയാ with his people. Hallelujah. നമ്മൾ ഹൃദയം കൊടുക്കാമെങ്കിൽ കർത്താവ് കൂടെ വരും. Praise the Lord. വായിച്ചാട്ടെ. നീ നേരെ ചെല്ലാതെ അവരുടെ പിമ്പറത്തുകൂടെ വളഞ്ഞു ചെന്ന് പാകാവൃക്ഷങ്ങൾക്ക് എതിരെ വെച്ച് അവരെ നേരിടുക. Yes, I pray, Father, for all those business people who need a strategy from the Lord. A strategy from the Lord. Oh, reveal a strategy today so they will be prosperous in this generation. Every single person need a strategy to create wealth. Give them the power to create wealth, so that there will be equality. സൽപ്രവൃത്തികൾക്കായി നമ്മെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഇതാ ചെയ്യുന്നേ. ഒന്നുമില്ലെങ്കിൽ ഒന്നും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാകും. ഞാനെപ്പോഴും ഭർത്താക്കന്മാരോട് പറയും, എടി കുഞ്ഞെന്താവേ, ഇതെന്താ കറി എന്താ ഒന്നും ഇല്ലാത്ത? ഫ്രിഡ്ജ് ഉണങ്ങിയിരിക്കുകയാണ്. ഭർത്താക്കന്മാർ അറിഞ്ഞിട്ടേ ഇല്ല. ആമേൻ. അതിന്റെ ഉത്തരവാദിത്തം ഭർത്താക്കന്മാരെടുക്കുക, അപ്പന്മാരെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പന്മാരില്ലാത്ത വീട്ടിൽ വേറെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരെടുത്തോളും. അല്ലാത്തവരെ എടുക്കാൻ തീരുമാനിക്കുക. ആ ഫ്രിഡ്ജ് അങ്ങോട്ട് തുറന്നിട്ട് പറ, മാർക്കറ്റിലുള്ള ഏറ്റവും ബെസ്റ്റ്. ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത്? എനിക്കും നിനക്കും അനുഭവിക്കാൻ ഉണ്ടാക്കിയതാ. എന്തിനാ ലുലു, എന്തിനാ റിലയൻസ്, എന്തിനാ ഈ പ്രോഡക്ട്സ്? ഇതെല്ലാം നിനക്ക് വേണ്ടിയുള്ളതാ. ഇല്ലെങ്കിൽ ക്ലെയിം ചെയ്യ്. ദൈവരാജ്യത്തിൽ ഒന്നിനും ദാരിദ്ര്യം ഇല്ല. Praise the Lord. Hallelujah. അതുകൊണ്ട് ദരിദ്രവാസിയായിട്ടിരിക്കരുത്. രണ്ടുപേരോടെങ്കിലും പറഞ്ഞ്, ദരിദ്രവാസിയായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ദൈവം സമ്പത്ത് ഉണ്ടാക്കാൻ ശക്തി നൽകും. പിന്നെ സമ്പത്ത് വരുന്ന ഉടനെ ഹൃദയം സമ്പത്തിൽ ആയിരിക്കരുത്. കർത്താവ് പറയും, അത് അവനെ കൊടുത്തേക്കട്ടെ, നീ തൊട്ടു വരുന്നൊക്കെ പറയും. ഏതാ അങ്ങനെ? കർത്താവിന് അങ്ങനെ ഭയങ്കര ഉടായ്പകളൊക്കെ ഉണ്ട്. ഇത് കണ്ടുപിടിച്ചതേ കർത്താവാ. നമ്മൾ വിചാരിക്കും, ഓ ഇത് എൻ്റെതാ, രക്ഷപ്പെട്ടു. കർത്താവ് കൈ കൊണ്ട് കൊടുക്കരുത്, അത് അടുത്ത ആളിന് കൊടുത്തേക്കാൻ പറയും. കൊടുത്താ വിടുതല. ദൈവത്തെ അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് തക്ക സമയത്ത് ദൈവം പ്രൊവൈഡ് ചെയ്യും. ജീസസ്, താങ്ക് യു ഫാദർ. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർ കൊടുക്കാൻ ദൈവാത്മാവ് പറഞ്ഞപ്പോൾ ആ പ്രേരണയിൽ കൊടുത്തിട്ട് അനുഗ്രഹിക്കപ്പെട്ടവരെല്ലാം ഒന്ന് കൈ ഉയർത്തിയാട്ട് ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഭയപ്പെടണ്ട, ദൈവം തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തക്ക സമയത്ത് അവൻ വൻകാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വായിച്ചാൽ, പാകാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. അപ്പോൾ വേഗത്തിൽ ചെല്ലുക, ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിപ്പാൻ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് അരുളപ്പാടുണ്ടായി. യഹോവ കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഫെലിസ്ത്യരെ ഖേബ മുതൽ കേസർ വരെ തോൽപ്പിച്ചു.
യഹോവ, അത് വായിച്ചാട്ടെ, എല്ലാവരും ചേർന്നൊന്ന് വായിച്ചാട്ടെ. യഹോവ കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഒന്നും കൂടെ വായിച്ചാട്ടെ. യഹോവ, എല്ലാവരും പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. യഹോവ കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. യഹോവ കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഇനി സ്വന്തം പേരിട്ടെന്ന് പറഞ്ഞ്, യഹോവ കൽപ്പിച്ചതുപോലെ ട്രാവൻ ചെയ്യും. എനിക്ക് വേണ്ടി എനിക്ക് പറയാം അല്ലേ? ആരുടെയും ലൈസൻസ് വേണ്ട. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാട്ടെ. യഹോവ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ എന്ത് പറ്റും? റിസൾട്ട് ഉണ്ടാകും. അല്ലെ നീ ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കർത്താവും പറയും, ഞാനും ഇച്ചിരി ബിസിയാണ്. ഹല്ലേലൂയ. ഒരു പരിപാടി നടക്കില്ല ദൈവത്തിൻ്റെ അടുത്ത്, ഒരു പരിപാടി നടക്കില്ല. വിശ്വാസം നല്ലതാണ്, പക്ഷേ നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ കൂടെ മാനസാന്തരവും അനുസരണവും കൂടെ ചേർത്ത് വിശ്വാസം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ദൈവമഹത്വം കാണത്തില്ല, നിന്റെ ഊടായ്പ കാണും. You will manipulate for the words you spoke by faith. ദൈവം അത് അറ്റസ്റ്റ് ചെയ്യത്തില്ല. ദൈവം അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ ദൈവം പറഞ്ഞത് അനുസരിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ ഞാനും നിങ്ങളും ഒരുപോലെ ദൈവമഹത്വം നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരിക്കും. Praise the Lord, hallelujah. 25ാമത്തെ വാക്യമല്ലേ? ഒന്നും കൂടി വായിച്ചു. യഹോവ കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഫെലിസ്ത്യരെ ഗേബ മുതൽ ഗേസർ വരെ തോൽപ്പിച്ചു. കൽപ്പിച്ചതുപോലെ ചെയ്തപ്പോൾ ദാവീദ് ജയിച്ചു. ഇൻട്രൊഡക്ഷനേ ആയിട്ടുള്ളൂ കേട്ടോ. എത്ര മണിക്കാ നിങ്ങൾക്ക് പോകണ്ടേ? 9. ഓക്കെ, ഒരു മിനിറ്റ് കൂടി പോയ പ്രശ്നമുണ്ടോ? കർത്താവ് ഒത്തിരി ബിസി ആയതുകൊണ്ടേ ഞാൻ ഈ അടുത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങിയേ. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ വിചാരിച്ചത് ഇത് വളരെ സിമ്പിളാണ്. ഒട്ടും സിമ്പിളല്ല. ഒരു മിനിറ്റ് റീല് ചിന്ത ആൾക്കാർക്ക് മനസ്സിലാവുന്നത് പോലെ നല്ലപോലെ പറയണമെന്നുണ്ടെങ്കിൽ വർക്ക് എത്ര ഉണ്ടെന്നറിയോ? 5 മണിക്കൂർ പണിയാണ്. കാരണം എന്താണ് പറയാൻ പോണതെന്ന് കോൺസ്റ്റൻ്റായിട്ട് ചിന്തിച്ച് ഒരു നല്ല ചിന്ത വരുമ്പോൾ അത് എഴുതി, ഞാൻ എഴുതുന്നത് നമ്മുടെ ഫോണിലാണ്, എഴുതിയിടും. പിന്നെ അത് പറയാനായിട്ട് വരുമ്പോൾ അതിനുള്ളൊരു ഒരുക്കം, ഇന്ന ഡ്രസ്സ്, ഇന്ന ഷർട്ട്, അത് ക്യാമറമാരൊന്നും വിടത്തില്ല. ഈ ഷർട്ട് പറ്റൂല, ഈ കണ്ണാടി പറ്റൂല, ഇത് പറ്റൂല, അത് പറ്റൂല, അത് വേണം, ഈ തുണി ഇങ്ങനെ ഇരിക്കണം, ഇതങ്ങനെ നോക്കണം. എൻ്റെ പൊന്നോ, നമ്മളെ മമ്മൂട്ടി ആകാതെ അവർ വിടത്തില്ല. നമുക്കിതൊന്നും പരിചയം ഇല്ല, പക്ഷേ പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇതങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ച് വായ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ എല്ലാം മറന്നുപോയി. അപ്പോൾ വേറെയാ പറഞ്ഞത്. അപ്പോൾ ഒരു റെഫറൻസ് ഒന്നും പറയാൻ സമയമില്ല. അപ്പോൾ ആകെ 1 മിനിറ്റാണുള്ളത്. ആ 1 മിനിറ്റിനകത്ത് ഇത് നിൽക്കണം. അപ്പോൾ അത് പറയാൻ പഠിച്ചു. പക്ഷേ അപ്പോൾ പിന്നെ മനസ്സിലായി, ഇല്ല, അതിന് റെഫറൻസ് എല്ലാം ഇട്ട് വീണ്ടും വേറെ ഒരു കഷണം എഴുതി വെക്കണം. അപ്പോൾ അത് ആൾക്കാർക്ക് വായിക്കാൻ. അപ്പോൾ ചിലർ വായിക്കാനേ ഇഷ്ടമുള്ളൂ, ചിലർക്ക് കേൾക്കാനേ ഇഷ്ടമുള്ളൂ, ചിലർക്ക് കാണാനേ ഇഷ്ടമുള്ളൂ. വലിയ ബുദ്ധിമുട്ടാണ്. ഒറ്റ നോട്ടത്തിൽ ആൾക്കാർ തീരുമാനിക്കും. ഏതാ? ഒറ്റ നോട്ടത്തിൽ 1 സെക്കൻഡിൽ താഴെ സമയമെടുത്ത് തീരുമാനിക്കും ഇത് കാണണ്ട. നമ്മൾ 5 മണിക്കൂർ എടുത്താലും 10 മണിക്കൂർ എടുത്താലും ഒരൊറ്റ നോട്ടത്തിൽ തീരുമാനിക്കും, ഇതിനെ റിജക്റ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 5 മണിക്കൂർ എടുത്തൊക്കെയാണ് ഒരു സംഗതി ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ അടുത്ത് അതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയപ്പോഴാണ് മനസ്സിലായത് 5% ആൾക്കാരെ എൻഗേജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ് വേറൊരു സാധനം ചെയ്യാൻ തുടങ്ങി. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ചെയ്തപ്പോൾ അത് വേറെ ഒരു ബുക്കാണ്. ഇറ്റ്സ് എ ഡിഫറെൻ്റ് ആനിമൽ. അപ്പോൾ അതിനകത്ത് യു ഹാവ് ടു ഹാവ് യുണീക്നെസ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, പാട്ട്,
സ്ക്രിപ്ചർ പ്രയർ, സ്ക്രിപ്ചർ റിസൈറ്റൽ, സ്ക്രിപ്ചറൽ ഇൻ്റർപ്രിട്ടേഷൻ, മെഡിറ്റേഷൻ, അതെല്ലാം കൂട്ടിയുള്ള ഒരു ഗുളിക പരുവത്തിൽ അരമണിക്കൂർ കേട്ടാൽ ലോകമെമ്പാടും നമ്മളെ ശ്രദ്ധിക്കുന്നവർ പതുക്കെ പതുക്കെ ഒരു 3 കൊല്ലം കൊണ്ടൊക്കെ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ദൈവരാജ്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഒത്തിരി വില മുടക്കിയേ പറ്റൂ. ഒന്ന് ഈസി ആയിട്ട് പെയ്ഡ് പ്രൊമോഷൻ വഴി ഒരു കുന്തവും നടക്കത്തില്ല. അതൊക്കെ നല്ല തട്ടിപ്പാണെന്ന് ചെയ്ത എനിക്ക് ശീലമുള്ളതുകൊണ്ട് മനസ്സിലായി. Praise the Lord. Hallelujah. So God has a strategy and we need to get there with the strategy. ഇവിടെയാണ് മെസ്സേജ് തുടങ്ങുന്നത്. വലിയ ഒരു വിജയമുണ്ടായപ്പോൾ ദാവീദിന് വലിയ സന്തോഷമായി. ഇനിയിപ്പോ വേറെ ഒരു വാർഫെയറിന് പോകുക. ബാൽ പെരാസീം എന്ന് പറയുമ്പോൾ ദ ലോർഡ് ഓഫ് ബ്രേക്കിംഗ് ത്രൂ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിനും ബാൽ എന്നാണ് തുടങ്ങുന്നത്. ആ പേര് അത് ബാൽ എന്ന ആ ദുരാത്മാവിൻ്റെ ആധിപത്യമുള്ള ഒരു സ്ഥലത്തേക്ക് പോയിട്ട് യഹോവയുടെ പെട്ടകം എടുത്തുകൊണ്ട് പോരാൻ വരുവാണ്. ഓക്കെ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. വലിയ ലോകപരമായ ജയങ്ങൾ ഉണ്ടായിട്ട് അതിൽ ഊറ്റം കൊണ്ട് നമ്മൾ ശുശ്രൂഷയ്ക്ക് ആത്മീകമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ലോകപരമായ അറിവുകളോ നമ്മുടെ കഴിവുകളോ നമ്മുടെ വിജയങ്ങളോ ഒക്കെ ആഘോഷിച്ചിട്ട് ഒരു സ്പിരിച്വൽ വാർഫെയറിന് ഇപ്പോൾ ദാവീദ് പോകുക. 1-ാം വാക്യം അടുത്തതിനകത്ത്. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. ആരാ? സ്കിൽഡ് 30,000 പേര്. 30,000 പേരെ. ഇപ്പോഴത്തെ കണക്കിനാണെങ്കിൽ ഒരു എൻ്റെ വിചാരം പോപ്പുലേഷൻ ഒത്തിരി കൂടിയതുകൊണ്ട് മിനിമം ഒരു 15 ലക്ഷം പേരെങ്കിലും ഉണ്ടാവില്ലേ? ആമേൻ. 3000 കൊല്ലം മുമ്പുള്ള കാര്യമല്ലേ? അല്ല പോട്ടെ, 5 ലക്ഷം പേര്, 3 ലക്ഷം പേരെങ്കിലും. ഓക്കെ, അപ്പം പരിചയമുള്ള സ്കിൽഡായ വിരുദ്ധന്മാർ. സഭാശിഷത് ഞാൻ പറയുന്ന സന്ദേശം ലീഡേഴ്സിനും ഫോളോവേഴ്സിനും ഒരുമിച്ചുള്ളതാണ്. എനിക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതാണ്. എനിക്കൊരു പണി കിട്ടിയതുകൊണ്ട് നിങ്ങൾക്കൊരു പണി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുന്ന സന്ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും പ്രസംഗിക്കുന്നവർക്കാണ് നല്ല പണി ആദ്യമേ കിട്ടും. എല്ലാ പ്രസംഗിക്കുന്നവർക്കുമായ സ്തോത്രം. കാരണം ഈ വാള് ആദ്യം ഇടയൻ്റെ മേൽ വീഴും, പിന്നെ മരിച്ചാൽ ഉയർത്ത് എഴുന്നേൽക്കാം. ഞാൻ ദിവസവും മരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനി ജീവിപ്പിക്കുന്ന ആത്മാവായ യേശു എന്നിൽ ജീവിക്കുന്നു എന്ന് എല്ലാവരും കാണണമെങ്കിൽ ഞാനൊന്നും മരിച്ചിട്ട് വേണം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടാൻ. പ്രൈസ് ദി ലോർഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഉള്ള എക്സ്പീരിയൻഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്. ഞങ്ങൾ 13 മുമ്പ് ഞങ്ങൾ 5 തലമുറയായി പെന്തക്കോസ്താണ്. കൊന്തമാണ് നീ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉപ്പാപ്പൻ ഭക്തനായിരിക്കും, നിന്റെ അപ്പാപ്പൻ ഭക്തനായിരിക്കും. നീ ഭക്തനല്ലെങ്കിൽ നീ പറയുമ്പോൾ യഹോവ ശ്രദ്ധ വെച്ചൊന്നും കേൾക്കാൻ പോകുന്നില്ല. ആമേൻ. അനേകർ കുടുങ്ങിപ്പോകാറുണ്ട്. പല പ്രശ്നങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവർ വിശ്വാസം പ്രഖ്യാപിക്കും. അവർ വിശ്വസിക്കുന്നത് പോലെ നടക്കത്തില്ല. കാരണം ഇത് എഴുതപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ അനുസരണത്തിനായി എഴുതപ്പെട്ട വചനമാണ്. ആമേൻ. അതുകൊണ്ട് നമുക്ക് യഥാസ്ഥാനം ഉണ്ടാകാതെ മുൻ പരിചയം വെച്ച് ആത്മീക കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ തലം കുത്തി താഴെ വീഴും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇവിടെ ഇതാ ദാവീദിന് പറ്റിയ ഒരു അബദ്ധമാണ്. ലോകപ്രകാരം നോക്കുമ്പോൾ കുഴപ്പമില്ല. അവിടെ വല്ല യുദ്ധം ഉണ്ടായാൽ പെട്ടകം കൊണ്ടുവരാൻ പോകുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഈ ഭാഗം പറയുന്നത്. അടുത്ത വാക്യം വായിച്ചാട്ടെ. കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ
സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദായിൽ നിന്നും കൊണ്ടുവരേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവ, എല്ലാവരും പറഞ്ഞാട്ടെ, സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവ. എൻ്റെ കൂടെയുള്ള സൈന്യത്തിന്റെ രാജാവും. പക്ഷെ പെട്ടകം കൊണ്ടുവരാൻ സൈന്യത്തിന് പറ്റത്തില്ല. അതിന് നിന്റെ പരിചയവും സ്കില്ലും പാട്ടും ഡിഗ്രിയും ഒന്നും നടക്കുകയില്ല. അതിന് യഹോവ കൽപ്പിച്ചതുപോലെ ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഞാനും നിങ്ങളും മരണപ്പെടാതിരിക്കത്തുള്ളൂ. ഈയിടെയെല്ലാം ചിലരെല്ലാം മരിച്ചു പോയല്ലോ. എനിക്ക് വളരെ അടുപ്പമുള്ള പലരും മരിച്ചുപോയി, വളരെ അടുപ്പമുള്ള. പ്രൈസ് ദി ലോർഡ്. KP യോഹന്നാനുമായിട്ടും എനിക്ക് അടുപ്പമുണ്ടായിരുന്നു, മരിച്ചുപോയി. നമ്മളെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്റ്റെപ്പ് അത്ര അങ്ങോട്ട് ശരിയായില്ലായിരുന്നു. ഹല്ലേലൂയ. ഇത് വായിച്ചപ്പോൾ തന്നെ ചിരിച്ച ആ മോനെ ഓർത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ തെറ്റായി പോയെന്ന് മനസ്സിലാക്കുമ്പോൾ ഉടനെ തിരുത്തിയാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാമൊക്കെ ജീവിച്ചിരിക്കാൻ സഹായിക്കും. യെശയ്യാവിൻ്റെ ഒരു ബന്ധക്കാരനായിരുന്നു ഉസിയ രാജാവ്. ഉസിയ രാജാവ് ദാവീദ് രാജാവ് കഴിഞ്ഞാൽ ഇസ്രായേലിൽ ഒത്തിരി ഫേമസ് ആയ ഒരു രാജാവാണ്. അദ്ദേഹത്തിന് രാജകീയമായ കാര്യങ്ങളും ജയങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ പുള്ളിക്ക് ഒരു നെകളമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ശുശ്രൂഷയ്ക്കായി താൻ അകത്ത് കയറി ലേവ്യർ ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യാൻ പോയപ്പോൾ ലേവ്യർ പറഞ്ഞു, അയ്യോ അത് ചെയ്യരുതല്ലോ. പക്ഷേ പുള്ളി ചെയ്തു. പെട്ടെന്ന് കുഷ്ഠമുണ്ടായി, പിന്നെ പുറത്തു പോയി, പിന്നെ ആൾ മരിച്ചു. യെശയ്യാവ് ആദ്യത്തെ 5 അധ്യായം വരെ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് തനിക്ക് ലഭിച്ചില്ല എന്ന് 5 അധ്യായം വായിക്കുന്നവർക്ക് മനസ്സിലാകും. പിന്നെ എപ്പോഴാണ് ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വന്നത്? 7-ാം അധ്യായത്തിൽ. 6-ാം അധ്യായത്തിൻ്റെ അവസാനം മുതൽ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് യെശയ്യാവിന് ലഭിച്ചു. ആമേൻ. ഉസിയ രാജാവ് മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഹങ്കാരം വന്നതാ, നെഗളം വന്നതാ. നെഗളം വന്നാൽ നമുക്കറിയത്തില്ല നമ്മളെ തന്നെ വഞ്ചിക്കുമെന്ന്. ദ ഡിസെപ്ഷൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, വി ഡോണ്ട് നോ വി ആർ ഡിസീവ്ഡ് ബൈ അവർ ഓൺ പ്രൈഡ്, സ്പിരിച്വൽ പ്രൈഡ്. ഭയങ്കര സ്പിരിച്വൽ പ്രൈഡിനകത്തേക്ക് നമ്മൾ തന്നെ വഴുതി വീഴാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ ഒരു സ്കിൽഡ് പ്രൊഫഷണലാണ്. അപ്പോൾ വേറെ ഇവിടെ നിൽക്കുന്ന ദേവദാസൻ പാടുമ്പോൾ ചങ്കുമെല്ലാം ഇട്ട് പാടുക. ചിലപ്പോൾ ഇച്ചിരി ചെറിയ പിച്ചൗട്ടൊക്കെ ഉണ്ടോ. അപ്പം ഞാൻ കയറിയിട്ട് ഭയങ്കര ഒരു ജാടയിട്ട് ഇവിടെ പാടിയാൽ ദൈവത്തിന് അങ്ങ് പിടിക്കത്തില്ല കേട്ടോ. നീ അങ്ങോട്ട് മാറി നിൽക്കടാന്നായിരിക്കും കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ ആ കഴിവ് പ്രദർശിപ്പിച്ച് നമ്മൾ ആ കഴിവ് കൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കും. പക്ഷെ ദൈവത്തിന് പ്രസാദം ഉണ്ടാകണമെങ്കിൽ വിനയമുള്ള ഹൃദയം ഇല്ലെങ്കിൽ കാട്ടാ പോകയാ. അത് പാടുമ്പോൾ തന്നെ നമുക്കിത് തോന്നും, ഇവിടെ നമ്മുടെ അങ്ങോട്ട് ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ തോന്നും. പക്ഷേ ഒന്നും ശരിയാകത്തില്ല. ദൈവസാന്നിധ്യം ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടാവും. പല മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ, പല കോൺസേർട്ടുകളിൽ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ലോകത്തിലെ, അതായത് ഇപ്പോൾ ഈ സ്പീക്കർ എന്നൊക്കെ ഉള്ള സംഭവം ഉണ്ടല്ലോ, സ്പീക്കർ ഇപ്പോൾ ലോകത്തിലുള്ള എൽ അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സ്പീക്കറിന് അതിൻ്റെ വില എത്രയാണെന്നറിയോ? 40 ലക്ഷം രൂപയ്ക്കാണ് ഇത്രയുള്ളൊരു ഒരു സ്പീക്കറിൻ്റെ വില. ഓക്കെ. അപ്പോൾ അവിടം വരെ എത്തിയിട്ടുണ്ട് ലോകം, അങ്ങനെ എത്തിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതുപോലെ വിലയേറിയ സ്പീക്കറുകളും ആംപ്ലിഫയറുകളും സിസ്റ്റങ്ങളും എല്ലായിടത്തും വെച്ചിട്ടുള്ളിടത്ത് ഞാൻ പോയി നിന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും വർക്ക് ചെയ്യത്തില്ല. പക്ഷേ വേറൊരു സ്ഥലത്ത് നോക്കുന്ന കംപ്ലീറ്റ് അഹൂജ. ഒരു ആമ്പും കൊള്ളൂല, ഒരു സാധനം കൊള്ളൂല. പക്ഷെ ദൈവസാന്നിധ്യം ഉണ്ട്, അത് മര്യാദക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എലക്ട്രോസ്റ്റിക്സിൽ അല്ലെങ്കിൽ ആ ബ്രാൻഡുകളിലൊന്നും നമ്മൾ ഊറ്റം കൊള്ളരുത്, അതിൽ ഗ്ലോറിയും ചെയ്യരുത്. We need the grace of God.
We need the grace. അവനെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ലെന്ന് പൂർണ്ണ ഉറപ്പുള്ളവർ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദാവീദിനൊരു അബദ്ധം പറ്റി. ഈ ചർച്ചുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്, അവർ ചർച്ചിൻ്റെ ജനറോസിറ്റി ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറയുന്നത് പോലെ ചെയ്യും. ദൈവം വേറെ പറഞ്ഞാലും ചാർട്ടേഡ് അക്കൗണ്ടന്റിനെക്കാട്ടി വലിയ അക്കൗണ്ടൻ്റാണ് കർത്താവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ചെയ്യാൻ പലപ്പോഴും ദൈവദാസന്മാരോ ബോർഡോ ചർച്ച് ബോർഡോ എല്ലാം അത് ചെയ്യാതിരിക്കുമ്പോൾ എന്തോ മിസ്സാവും. ഹല്ലേലൂയ. ദൈവം പറയുന്നത് എന്തെന്ന് നമുക്ക് ഗ്രഹിക്കാൻ ആ കോൺവെർസേഷൻ നിന്നു പോകാതെ സൂക്ഷിക്കുക. The conversation with God. കർത്താവ് എപ്പോഴും ഭയങ്കര ഒച്ചത്തിലല്ല സംസാരിക്കുന്നത്, വളരെ നിശബ്ദമായും സംസാരിക്കാറുണ്ട്. ആ നിശബ്ദതയിലിരുന്ന് അവൻ്റെ ഹൃദയം അറിയാൻ നമുക്ക് പറ്റിയ ഒരു പൾസ് കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും ജീവനുണ്ടെന്ന്. നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം ദൈവമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നും ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. അനേകർ നന്നായി തുടങ്ങി, നന്നായി അവസാനിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്കും അങ്ങനെ സംഭവിക്കാം എന്ന് ഞാൻ വിശ്വസിച്ചാൽ ദൈവവചനം കേൾക്കുമ്പോൾ എനിക്ക് യഥാസ്ഥാനപ്പെടുവാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കാം. മറ്റാരെയും വിധിക്കണ്ട. ഹല്ലേലൂയ. ആരെയും വിധിക്കാൻ നമ്മൾ യോഗ്യരല്ലല്ലോ. അതുകൊണ്ട് അടുത്ത വാക്യം വായിച്ചാട്ടെ. ദാവീദും കൂടുതൽ സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാബിന്റെ പുത്രന്മാരായ ഉസയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ അഹ്യോ പെട്ടകത്തിന് മുമ്പായി നടന്നു. ഇവിടെ ദാവീദിന് പറ്റിയ ഒരു അബദ്ധമായിരുന്നു. ദാവീദ് ഫെലിസ്ത്യർ സംബന്ധിച്ച് ദൈവം കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു, ജയമുണ്ടായി. ദാവീദ് വിട്ടുപോയ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ലേവ്യനെ ഓർത്തുകൊള്ളുക. ലേവ്യനെ, എല്ലാവരും പറഞ്ഞേ, ലേവ്യനെ ഓർത്തുകൊള്ളുക. ആരാണെന്ന് ലേവ്യനെ അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്നവർ പറഞ്ഞു കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ലേവ്യനെ ഓർത്തുകൊള്ളുക. അത് മറന്നുപോയി. അതിന് പകരം റീപ്ലേസ്മെന്റ് ഉണ്ടാക്കി വിരുദ്ധന്മാരെ ലേവ്യന് പകരം നിയമിച്ച് 30,000 സൈന്യത്തിൽ നിന്നുള്ള വിരുദ്ധന്മാരെ ദാവീദ് കൂട്ടിവരുത്തി തനിക്ക് ബോധിച്ചതുപോലെ യാത്ര ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം എപ്പോഴും തൻ്റെ പദ്ധതിയെ ഡിവൈഡ് ചെയ്യുന്നവർക്ക് എതിരാണ്. യേശുവിൻ്റെ ശരീരം മുറിക്കുന്നവർ ഭയപ്പെടുക. നിനക്ക് പ്രാർത്ഥിച്ചാൽ ആൻസർ കിട്ടാതെ പോകും. നിന്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ മാനസാന്തരമില്ലാത്തത് കൊണ്ട് ദൈവം ആൻസറുകൾ തരാതിരിക്കും. പിന്നെ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. ഓരോരുത്തരും ഏത് ദിവസം തൊട്ട് ഏത് ദിവസം വരെ ജീവിക്കുമെന്ന് കർത്താവിൻ്റെ ഉള്ളിലകത്തുണ്ട്. അല്ലേ? നമ്മുടെ തലയിലെ ഒരു രോമം എണ്ണപ്പെട്ടിരിക്കുന്നു. എത്ര ദിവസം ജീവിക്കുമെന്നുള്ളതും എണ്ണപ്പെട്ടിരിക്കുന്നു. മരണം വിശ്വസിക്കുന്നവർക്ക് ഒരവസാനമല്ല. കർത്താവിനെ വിശ്വസിക്കുന്നവർ, വീണ്ടും ജനിച്ചവർ മരണത്തെ ഭയപ്പെടരുത്. നീ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ ആദ്യം മാറിപ്പോകുന്ന ഭൂതമാണ് മരണഭയം. മരിക്കാൻ നാം പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആരും കയറി ആത്മഹത്യ ഒന്നും ചെയ്തേക്കരുത്.
Praise the Lord. Hallelujah. ഒരാൾ പറഞ്ഞു, ആത്മഹത്യ ചെയ്താലും സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞെങ്കിൽ കുറെ വിശ്വാസികൾ ആത്മഹത്യ ചെയ്തേനെ. Praise the Lord. കൺഫ്യൂഷൻ വരുമ്പോൾ, ഫ്രസ്ട്രേഷൻ വരുമ്പോൾ, ഒറ്റയ്ക്കായി പോകുമ്പോൾ, സോഷ്യൽ ഐസൊലേഷൻ. ഹാലലൂയ. നമ്മുടെ പിള്ളേരെല്ലാം ഇപ്പോൾ ഓസ്ട്രേലിയയിലാ, കാനഡയിലാ. ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ കൊടും തണുപ്പും, ആൾക്കാർ ഒരു ഓപ്പൺ അല്ല, അവരെല്ലാം ഭയങ്കര സീക്രട്ട് ലൈഫാണ്, കണക്ഷൻസ് ഇല്ല. അവിടെ ആൾക്കാർ ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. എവിടെ പോയാലും ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന തലയെ മുറുകെ പിടിക്കുന്നവർ ജീവിക്കും. കാരണം അവൻ ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു. ഒടുക്കത്തെ ആദാമെന്നാണ് അവന്റെ പേര്. അവൻ എന്നെ ജീവിപ്പിക്കും. അതുകൊണ്ട് വിശ്വസിക്കുന്നവർ അവന്റെ മഹത്വം കാണും. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. മരണത്തെ അങ്ങ് ജയിക്ക്. പിന്നെ പ്രാർത്ഥിക്കണം. നല്ല അവസാനം പ്രാപിക്കാൻ ഇപ്പോഴേ പ്രാർത്ഥിച്ചോണം. നല്ല അവസാനം പ്രാപിക്കാൻ ഇപ്പോഴേ മാനസാന്തരപ്പെട്ടോണം. യേശുവിനെ കണ്ട സക്കായി എനിക്കിഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. യേശുവിനെ കണ്ട സക്കായി, ഞാൻ എല്ലാവരോടും സോറി പറഞ്ഞേക്കാം കേട്ടോ എന്നല്ല പറഞ്ഞേ, I will reciprocate. I will do this. I will give what I took. ഇതിൽ പുരുഷത്വം കാണിക്ക്. ഒരു ക്ഷമ ചോദിക്ക്. നീ ആരെങ്കിലും എടുത്തെങ്കിൽ കൊടുക്ക്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മടിക്കണ്ട, കൊടുക്ക, വിട്ടുകൊടുക്ക്. ആ സ്ഥലവും കൊടുത്തേക്ക്. ആ കേസ് അങ്ങ് വിട്ടുകളാ. ആരോടെങ്കിലും ദൈവം സംസാരിക്കണ്ടോന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു പൊട്ടനെ പോലെ ഇതൊക്കെ അങ്ങ് വിളിച്ച് പറയുക. എല്ലാം മുട്ടും മടങ്ങും, എല്ലാം മുട്ടും മടങ്ങും. നാവും പാടി യേശു മാത്രം. Jesus, He is Lord. He is Lord. He has arisen from the dead and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is the Lord. Every knee shall bow, every tongue confess that Jesus. കൊറോണ വന്നപ്പോഴേക്കും നമുക്കങ്ങ് ചർച്ചുകൾക്കൊക്കെ ഭയങ്കര സ്പീഡായിരുന്നു. അപ്പോൾ ഒരു പ്രവാചകൻ പ്രവചിച്ച് പറഞ്ഞു, ഇത് ഒരു 3 വർഷം എടുക്കും ഇത്തിരി സ്ലോ ആകാൻ. ട്രെയിനൊക്കെ സ്ലോ ആകാനേ കുറച്ച് നേരത്തെ ബ്രേക്ക് ഇടണം അല്ലേ? ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ സ്ലോ ആയി പിന്നെ നിന്നുപോയ പല ചർച്ചുകളും ഉണ്ട്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആരോട് പറഞ്ഞെന്നറിയോ? ദൈവം സാത്താനോട് പറഞ്ഞു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിപ്പിക്കും, ഞാൻ അവനെ ജീവിപ്പിക്കും. ദൈവം ലോകത്തോട് പറഞ്ഞു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം നീതിമാനോട് തന്നെ പറഞ്ഞു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം ഇന്ന് രാത്രിയിൽ നമ്മളോട് പറയുക, എങ്ങനെ നാം ജീവിക്കും? അവന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനവും അനുസരിക്കുന്നതിനാൽ നാം ജീവിക്കും.
Praise the Lord. ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ദൈവം വിചാരിച്ചത് പെട്ടമെടുക്കാൻ പോകുന്ന രാജാവായ ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. അവൻ തൻ്റെ സ്വയത്തിൽ ആശ്രയിക്കാതെ എൻ്റെ കൽപ്പന അന്വേഷിച്ച് അറിഞ്ഞ് ലേവ്യനെ മറന്നു പോകാതെ വിരുദ്ധന്മാരെ കൊണ്ട് പോകാതെ അനോയിന്റഡ് ആയ നിയമിക്കപ്പെട്ട ദൈവഭൃത്യന്മാരെ കൊണ്ടുപോയി ഒരു മരണം ഒഴിവാക്കിയനെന്ന്. Leaders, check who is with you, who is in your team, who are you glorying in. ആരാണ് നമ്മുടെ ടീം? നമ്മുടെ അടുത്തുള്ളവർ ആരാണ്? ഏറ്റവും നല്ല കീബോർഡിസ്റ്റുകളും വേൾഡ് വൈഡ് ഒത്തിരി. എനിക്ക് പറ്റിയ ഒരു അബദ്ധം പറയാം. ഞാൻ 2005 ലെമെറിഡിയനിൽ ഒരു പ്രോഗ്രാം നടത്തിയായിരുന്നു. ആരെങ്കിലും വന്നവരാരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ല തോന്നുന്നു. ലെമെറിഡിയനിൽ പ്രോഗ്രാം നടത്താൻ 15 lakhs വേണമായിരുന്നു. സ്പോൺസർ പറഞ്ഞിട്ട് ചെയ്തതാണ്. പക്ഷെ 10 ദിവസം മുമ്പ് വരെ ഒരു 6 മാസമായിട്ട് സ്പോൺസർ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഹെവൻലി ഫീസ്റ്റിൽ ഒരു ഞായറാഴ്ചയിൽ പോയ ദിവസം ഞാനിങ്ങനെ വളരെ പ്രയാസപ്പെട്ടിരിക്കുക. കാരണം സൗണ്ട് സിസ്റ്റം എല്ലാം ബോംബെയിൽ നിന്നാണ് വരുന്നത്. മ്യൂസീഷ്യൻസ് എല്ലാം വരുന്നത് ചെന്നൈയിൽ നിന്ന് പലരും വരുന്നുണ്ട്. ക്യാമറാസ് എല്ലാം വരുന്നത് ചെന്നൈയിൽ നിന്നാണ്. ഒത്തിരി പൈസ ആവശ്യമുള്ള സമയം. അപ്പോൾ ഇവരെ ഒന്നും കാണാനില്ല. എൻ്റെ സ്പോൺസർ ഒന്നും പറയുന്നില്ല. ഇത് ചെയ്യണ്ടെന്നങ്ങ് പറഞ്ഞാൽ എനിക്കതങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. പക്ഷേ ഇനി 10 ദിവസമേ ഉള്ളൂ. പക്ഷേ ഞാൻ അവിടെ സ്റ്റേജിലിരിക്കുമ്പോൾ തോമസ് ഉള്ളി ബ്രദർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നു? ഞാൻ പറഞ്ഞു, എൻ്റെ പ്രയാസം ഇന്നതാണ്. 10 ദിവസം കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ 15 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ ഇത് നടത്താൻ പറ്റത്തില്ല. എൻ്റെ സ്പോൺസർ ഒന്നും പറയുന്നില്ല. ഓക്കെ. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഒരു 15,000 ആൾക്കാരുണ്ട് അവിടെ. നല്ല ആരാധന നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കർത്തൃദാസനായ BJ ട്രാവിന് വേണ്ടി നമ്മളിപ്പോൾ കരം കോർത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവം ഒരു വാതിൽ തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവ ജൈറ. പിറ്റേ ദിവസം ഒരാൾ എന്നെ വിളിച്ചു. ആൾ എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ 12 ലക്ഷം രൂപ ഉണ്ട്. 2005 കഥയാണ്. സ്പോൺസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് കൊടുക്കാൻ പറഞ്ഞു, അതുകൊണ്ട് പ്രോഗ്രാം നടത്താം. ഞാൻ പറഞ്ഞു, 12 ലക്ഷം രൂപ പോരാ, വീണ്ടും ഒരു 3 ലക്ഷം രൂപയുടെ വേണ്ടി വരും. അത് പറഞ്ഞ പുള്ളി പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അത് ഞാൻ തന്നേക്കാം, അത് തന്നേക്കാം. പ്രോഗ്രാം നടക്കണമെന്ന് പ്രോഗ്രാമിന് തയ്യാറായി. ബിരുദന്മാരെ ഞാൻ കൂട്ടി, മ്യൂസീഷ്യൻസ്. എൻ്റെ ആൽബത്തിൽ വായിച്ച വളരെ പ്രശസ്തരായ മ്യൂസീഷ്യൻസ് വായിക്കുന്നുണ്ടായിരുന്നു. അവരൊരു ദൈവ സാന്നിധ്യത്തിൽ ആരാധനയിലൊക്കെ കയറി ഒരു ദൈവിക സ്പർശനം പ്രാപിക്കട്ടെ എന്ന് വിചാരിച്ച് അവരെ വിളിച്ചതാണ്. പക്ഷേ ആദ്യം ഒരു അമേരിക്കൻ ലിബർട്ടി യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ക്വയർ ഉണ്ടായിരുന്നു. ആ ക്വയർ പാടിക്കഴിയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ എന്നെ വിളിച്ച് അവരോടുകൂടെ ചേർത്ത് നിർത്തി പ്രാർത്ഥിച്ച് പാടും, ആരാധിക്കും. അന്നേരം ജനം എഴുന്നേറ്റ് നിൽക്കും. അതിൻ്റെ അവസാനത്തിൽ അമേരിക്കൻ ടീം ഓരോരുത്തരായിട്ട് അപ്രത്യക്ഷമാകുമ്പോൾ എൻ്റെ കൂടെ വായിക്കുന്ന പകുതി ബാൻഡ് തന്നെയാണ് അവരുടെ കൂടെ വായിക്കുന്നത്. അവരുടെ കൂടെ ബാക്കി മ്യൂസീഷ്യൻസ് പുറകിൽ നിന്ന് വരും. അവർ വന്ന് ജോയിൻ ചെയ്ത് സീംലെസ് ആയിട്ട് ആ പ്രോഗ്രാമിങ്ങിനെ അടുത്ത നമ്മുടെ സെറ്റ് ലിസ്റ്റ് പാടാനായിട്ട് ആരംഭിക്കും എന്നായിരുന്നു എൻ്റെ തീരുമാനം. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ ഇത് വളരെ സിമ്പിളായിരുന്നു. പക്ഷേ ഇവരുണ്ടല്ലോ പുറകിൽ പ്രൊഫഷണൽ മ്യൂസീഷ്യൻസ് എന്ന് പറഞ്ഞവർ പുറകെ പോയിട്ട് അവർ വേറൊരു തീരുമാനം ഉണ്ടാക്കി. തീരുമാനം എങ്ങനെയായിരുന്നു? ആദ്യത്തെ സെറ്റ് കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കുക. അപ്പോൾ അവർ കയറി വരും, എല്ലാം കണക്ട് ചെയ്ത് കറക്റ്റാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രോഗ്രാം അങ്ങ് തുടങ്ങുക. ഇത് ഞാൻ അറിയുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് നിന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരിറങ്ങി, അമേരിക്കൻസ് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിൽക്കുക. എൻ്റെ കൂടെ പകുതി ബാൻഡുണ്ട്, പകുതി ബാൻഡില്ല.
ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമോ. സോ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കാൻ നേരത്ത് ഇവർ ലൈറ്റ് ഓഫ് ആക്കാൻ കാത്തിരിക്കുക. 3000 പേര് ഫ്രണ്ടിലുണ്ട്. ഞാൻ നിന്ന് വേർക്കുക. അപ്പോൾ ഒരു ദൈവദാസൻ ഇങ്ങനെ പുറകിൽ നിന്നു. അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് എന്നെ, ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എവറിത്തിങ് ഈസ് ഓക്കെ, ഡോണ്ട് ഗോ ഓൺ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ധൈര്യത്തിൽ ഞാൻ അങ്ങ് തുടങ്ങി. അവർ പിന്നെ പറഞ്ഞതുപോലെ തന്നെ അവർ വന്ന് കയറി. ഈ അദ്ദേഹം പോയി ബാക്കിലെ ഗ്രീൻ റൂമിൽ ചെന്നപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? അവർ 2 സ്മോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറ്റിയ അബദ്ധം. എല്ലാം ജയത്തിൻ്റെ കഥകൾ പറയുന്നവരെ നിങ്ങൾ വിശ്വസിക്കരുത്. അബദ്ധങ്ങൾ നമുക്കെല്ലാം പറ്റിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് വിനയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ, ഏതായാലും പ്രോഗ്രാം നടന്നു, അവർ വന്നു. പക്ഷേ കരുണാമേൻ എന്ന പാട്ടിൻ്റെ ഒരു ലീഡ് വായിച്ച പ്രധാനപ്പെട്ട ഗിറ്റാറിസ്റ്റിന് ആ പാട്ട് വായിക്കാനായിട്ട് ഇങ്ങനെ വന്നപ്പോൾ അത് വർക്ക് ചെയ്തില്ല. പാട്ട് കഴിഞ്ഞു പോയി. കീബോർഡിസ്റ്റ് തനിക്ക് പകരം വായിച്ചു. ഇനി വേറെ ഒരു ഭാഗം പ്രാർത്ഥിച്ചപ്പോൾ 12 ലക്ഷം രൂപയും മുഴുവൻ പൈസയും വന്നു. പണത്തിൽ ആശ്രയിക്കരുത്. ആരാണ് വന്നത് എന്ന് പരിശോധിച്ചപ്പോൾ, നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം താനും തൻ്റെ അനുജനും തൻ്റെ അങ്കിളുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തർക്കം അവർ തമ്മിലുണ്ടായി. ആ തർക്കത്തിൻ്റെ ഇടയിൽ അന്ന് 12 ലക്ഷം രൂപ കൊണ്ടുവന്നയാൾ തോക്കെടുത്ത് 2 പേരെയും വെടിവെച്ച് കൊന്നു കളഞ്ഞു. ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്? വർഷങ്ങളെടുക്കും പലപ്പോഴും പലതും മനസ്സിലാകാൻ. എൻ്റെ പരാജയത്തിൽ നിന്നും നിങ്ങളോട് പറയുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരെയാണ് നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്? ദൈവകാര്യത്തിനാണോ പോകുന്നത്? ഭാവി കാര്യത്തിനാണോ പോകുന്നത്? വിവാഹ കാര്യത്തിനാണോ നിങ്ങൾ മനുഷ്യനെ ആശ്രയിച്ചിരിക്കുന്നത്? ഒന്ന് പരിശോധിച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്ത വാക്യം. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദിത്രങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. ഓക്കെ, എല്ലായിടത്തും ഇപ്പം അങ്ങ് പ്രോഗ്രാമാണ്. പ്രയർ വരെ ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, പ്രയർ വരെ ഒരു പ്രോഗ്രാമാണ്. ഒരു പ്രത്യേക രീതിയിലൊക്കെ തുടങ്ങി പ്രത്യേക രീതിയിൽ അവസാനിപ്പിച്ച് ഉള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. ഗെത്സമനയിൽ പ്രയർ ഒരു പ്രോഗ്രാം അല്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവും ദൈവഹിതം ഗ്രഹിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഇഷ്ടം അല്ല, നിന്റെ ഇഷ്ടം നടക്കട്ടെ. അത് പറഞ്ഞപ്പോൾ ദൂതൻ ഇറങ്ങി. നീ ദൂതൻ ഇറങ്ങുമെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ദൈവഹിതം, നന്മയും പൂർണ്ണപ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിക്കുമെങ്കിൽ ആ ആരാധന സ്വീകരിക്കാൻ കർത്താവ് ഇറങ്ങി വരും. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഹിൽ സോങ്ങിൽ പോയായിരുന്നു. സിഡ്നി ഹിൽ സോങ്ങിൽ പോയി. ഞാനവിടെ ചെന്നപ്പോൾ ഒത്തിരി ടയേർഡായിട്ടാണ് വന്നത്. അതിനു മുമ്പ് ദുബായിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വെളുപ്പിനെ രാത്രി 10 മണിക്ക് ആ പ്രോഗ്രാം കഴിഞ്ഞു. അത് ഒരാഴ്ച ഉള്ളതായിരുന്നു. ഞാൻ കിടന്നപ്പോൾ 2 മണിയായി. 4 മണിക്ക് എഴുന്നേറ്റു. എയർപോർട്ടിലേക്ക് വന്നപ്പോൾ 5 മണിയായി. പക്ഷേ അന്ന് ഫ്ലൈറ്റ് ഡിലേഡായി. 9:30-ക്കാണ് ഫ്ലൈറ്റ്. ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ആ ഫ്ലൈറ്റ് കാലിക്കറ്റ് വന്നു. കാലിക്കറ്റ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. ആ മിനിസ്ട്രി വൈകിട്ടായിരുന്നു. ആ മിനിസ്ട്രിയിൽ പങ്കെടുത്തിട്ട്
എനിക്ക് തിരിച്ച് അന്ന് രാത്രി വേഗത്തിൽ കൊച്ചിയിലേക്ക് വരണം. പക്ഷേ അവിടുത്തെ ദേവദാസന്മാർ പറഞ്ഞു, അയ്യോ പറ്റത്തില്ല, ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് വിട്ടപ്പോൾ രാത്രി 11 മണിയായി. അവിടെ നിന്ന് പോരുമ്പോൾ എൻ്റെ കയ്യിൽ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പിറ്റേ ദിവസത്തേക്കുള്ള ടിക്കറ്റ് ഇല്ല. പക്ഷെ വിസ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു 4 മണിക്ക് ആലുവയിലെത്തിയപ്പോൾ ഒരു ഫോൺ വന്നു, പാസ്റ്ററെ ഞാൻ ടിക്കറ്റ് എടുത്ത് അയച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോകസമാധാനം മൊത്തത്തിൽ കുളമായി. കാര്യം ഞാൻ മാത്രം പോകാനുള്ള ടിക്കറ്റേ ഉള്ളൂ. പിന്നെ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന പൈസ വെച്ച് വൈഫിന് ടിക്കറ്റ് എടുത്താൽ ഇവിടുത്തെ കാര്യങ്ങൾ, വാടക, ബില്ലുകളെല്ലാം കുളമാവും. അപ്പോൾ പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എടീ ഇതിപ്പോൾ എൻ്റെ മാത്രം ടിക്കറ്റേ വന്നിട്ടുള്ളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞതാണ്, കൊണ്ടുപോകാമെന്ന് പറഞ്ഞതല്ലേ. പെട്ടെന്നൊരു ശക്തമായ പ്രസംഗം എല്ലാം അതിൻ്റെതായ തൃശ്ശൂർ വെടിക്കെട്ടും എല്ലാം അങ്ങ് നടന്നു. അങ്ങനെ പൊട്ടിത്തെറിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നീ അതിലും കിടന്നോ, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ ഒത്തിരി ടയർഡായിരുന്നെങ്കിലും ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു, ഒരു ടിക്കറ്റുണ്ട്, ജൂണിക്ക് വൈഫിന് ടിക്കറ്റ് ഇല്ല, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അത് കണ്ട ഒരാൾ പറഞ്ഞു 50% ഞാൻ തരാം. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറൊരാൾ പറഞ്ഞു 50% ഞാനും തരാം. 9 മണിയായപ്പോൾ ടിക്കറ്റിനുള്ള പൈസ വന്നു. ഞാനതും കൊണ്ട് ട്രാവൽ ഏജൻറ്റിൻ്റെ അടുത്ത് പോയി ആ പൈസ കൊടുത്തു. ടിക്കറ്റ് എല്ലാം എടുത്ത് വീട്ടിൽ വന്നപ്പോൾ കറക്റ്റ് 5 മണി. ജസ്റ്റ് കുളിക്കാൻ കയറി പുറത്തിറങ്ങിയപ്പോൾ എയർപോർട്ടിൽ പോകാൻ സമയമായി. അങ്ങനെ ഓസ്ട്രേലിയയിൽ ചെല്ലുവാണ്. പിറ്റേ ദിവസമാണ് ചെല്ലുന്നത്. പിറ്റേ ദിവസം മുതൽ തന്നെ അവിടെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ രാവിലെ 9:30 തൊട്ട് രാത്രി 9:30 വരെ ഉണ്ട്. 3 ദിവസമുള്ള മീറ്റിംഗാണ്, പ്രോഗ്രാമാണ്. 4000 പേര് ഒരുമിച്ചിരുന്ന് പാടുകയും ആരാധിക്കുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്യുന്ന മീറ്റിംഗ്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട്, മ്യൂസീഷ്യൻസ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, വെടി പൊഹ എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ എന്തുവാ ചെയ്തുകൊണ്ടിരുന്നത്? കൂർക്കം വലിച്ച് ഉറങ്ങുന്ന എന്നെ ഉണർത്താൻ തക്ക ദൈവ സാന്നിധ്യത്തിൻ്റെ കനം അനുഭവിക്കാതിരുന്നതുകൊണ്ട് 3 ദിവസം ഇരുന്നുറങ്ങി. വൈഫ് ഇങ്ങനെ എല്ലാം എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അങ്ങനെ സന്തോഷിച്ചൊക്കെ പോയി. ഞാൻ ഇരുന്ന് ഉറങ്ങി. പ്രൈസ് ദി ലോർഡ്. വർഷിപ്പ് ഒരു പ്രോഗ്രാമാക്കിയാൽ ദൈവത്തിന് പ്രസാദമാകത്തില്ല, ജനത്തിന് സന്തോഷമാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ഹൃദയം അങ്ങോട്ട് കൊടുത്തിട്ട് പറയാം, ഇതിനകത്ത് നീ എൻ്റെ ചങ്കിനകത്ത് നിന്റെ വചനം എഴുതിയാൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്നെ പ്രസാദിപ്പിക്കുവാൻ ജീവിക്കാം എന്ന് ഓരോ പ്രാവശ്യവും പറയുന്നതാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എവിടെ എത്തി? അവർ നാഗോന്റെ കളത്തിങ്കിലെത്തിയപ്പോൾ കാള വിരണ്ടത് കൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം. ഉസ പെട്ടകം പിടിച്ചു. ആരായിരുന്നു പിടിക്കേണ്ടിയേ? ലേവ്യനെ ആയിരുന്നു പിടിക്കാൻ ഏൽപ്പിക്കേണ്ടത്. ദൈവത്തിന് അവന് ബഹുമാനം കൊടുത്ത് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്താൽ ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം തിരിച്ചും മാനിക്കും. മരണം ഒഴിവാക്കാം. മരണം എന്ന് പറയുന്നത് ഒരുതരം തോൽവിയാണെന്ന് കണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരണത്തെ നിങ്ങൾ ഭയപ്പെടരുത്. ഞാനൊക്കെ പല പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഏപ്രിലിലും കണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇതെടുത്തതാണ്, നമ്മുടെ ബ്ലഡ് ചെക്ക് എടുത്തപ്പോൾ ഒരു ECG എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ചെക്കിൽ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ECG കണ്ടത് 3-4 ഡോക്ടേഴ്സായിരുന്നു. പക്ഷേ അതിൽ ഒരാളാണ് എമർജൻസി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ സുധീർ. അദ്ദേഹം എമർജൻസി വാർഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഇത് കണ്ടിട്ട് എന്നെ രാത്രി 1:30 വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇപ്പം തന്നെ പോയി ട്രോപ്പനിൻ എന്ന ചെക്ക് ചെയ്യണം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ എന്നറിയാൻ ചെക്ക് ചെയ്യണം, ആൻജിയോഗ്രാം പെട്ടെന്ന് എടുക്കണം, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ
പറഞ്ഞു ഇപ്പോൾ ഈ രാത്രി ഇപ്പോൾ 1:30 ഇപ്പോൾ ഇവിടെ പോകാൻ, നാളെ രാവിലെ എങ്ങനെ പോവാം. അപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നുമല്ല, ഇപ്പം തന്നെ പോകണം, ഞാൻ നിർബന്ധമായിട്ട് പറയുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു ദേവദാസനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഒന്ന് പ്രാർത്ഥിക്കുക, നമുക്ക് നോക്കാം. ഞാൻ രാവിലെ പോയി വേറെ ഒരു ECG കൂടി എടുത്ത് എന്നിട്ട് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട്, ഡയബറ്റോളജിസ്റ്റിനെ ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ ഞാൻ കാണുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നോടൊന്ന് പറഞ്ഞു തരണം, എന്താണ് ഇത്രയും അങ്ങ് നിർബന്ധിക്കുന്നേ പോകാൻ, ആൻജിയോഗ്രാം ഇപ്പം ചെയ്യണമെന്ന് പറയാൻ കാരണം എന്തുവാ? അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് ഇന്ന് രാത്രിയിൽ ഉറക്കത്തിൽ തട്ടിപ്പോകുന്ന ഒരാളിൻ്റെ ECG എടുത്ത് എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് ഈ ECG ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ പറയുവാണ് നിങ്ങൾ ഇപ്പം തന്നെ എടുക്കേണ്ടതാണ്. കേട്ടിട്ട് ഞാൻ ഓക്കെ നമുക്ക് നാളെ രാവിലെ നോക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. വൈഫിനോട് പറഞ്ഞു അതെ ഇതൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്, രാവിലെ എഴുന്നേറ്റേ കാണാം, അല്ലെങ്കിൽ മോളിൽ കാണാം. പറയാൻ നമുക്ക് ചങ്കൂറ്റം വേണം, യേശുവുമായിട്ട് ബന്ധം വേണം. നമ്മൾ പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ ഹി ഈസ് അവൻ ആരെ നാം വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാം നന്നായിട്ട് അറിയണം. അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്നു. അല്ലേ തന്നെ മരണം വെറും ബ്രിഡ്ജാ, നീ അങ്ങോട്ട് ചെന്നാൽ അപ്പുറത്ത് നിൽക്കുന്നത് യേശുവാ. ഉറപ്പുള്ളവർ ഒരു കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ ഭയവും മാറിപ്പോകട്ടെ. പിന്നെ ആൾക്കാർ ഭീതിപ്പെടുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? കുറ്റബോധം കൊണ്ടാ. പലതും കുഴപ്പങ്ങളൊക്കെ കാണിച്ചിട്ട് യഥാസ്ഥാനപ്പെടാതിരുന്നുകൊണ്ട് ഭയം ഇങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ കയറി വരും. അതിങ്ങനെ കയറി വന്ന് ഇത് പിന്നെ താങ്ങാനാകാതെ ഹാർട്ട് പൊട്ടിത്തെറിക്കും. അപ്പോഴാണ് ചത്തുപോകുന്നത്. അതുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ എത്രയും വേഗം ടപ്പേനകം മാനസാന്തരപ്പെട്ടാൽ ജീവിച്ചു പോകാന്നാ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ വചനം നമ്മെ ജീവിപ്പിക്കുന്ന വചനമാകുന്നു. ഓക്കെ, വായിച്ചാട്ടെ. അവന്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വെച്ച് അവരെ സംഹരിച്ചു. അവന്റെ അവിവേക നിമിത്തം കർത്താവിന്റെ ഒരു ഫേവററ്റിസം കണ്ടോ? ആരുടെയാണ് ആക്ച്വൽ അവിവേകം? ദാവീദിന്റെ. പക്ഷേ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദാവീദിനെ പോലെ തൻ്റെ നീതിമാൻ അല്ലാത്തത് കൊണ്ട് അവൻ അവിവേകം കാണിച്ചപ്പോൾ അവന് ശിക്ഷ ഏൽക്കേണ്ടി വന്നു. എന്നാൽ ദാവീദോ ഹൃദയപ്രകാരം ഉള്ള മനുഷ്യനായതുകൊണ്ട് ദൈവം അവനോട് പറയുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇവൻ മാനസാന്തരപ്പെടും. ഇവന് വീണ്ടും ഒരു ചാൻസ് കിട്ടും. ഒരു സെക്കൻഡ് ചാൻസ് ഇവന് ലഭിക്കും. കൊടുക്കാൻ കർത്താവിന് കരുണ തോന്നി. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നും. നമുക്കാരെയും വിധിക്കാൻ യോഗ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. യഹോവ ഉസയെ ഛേദിച്ച ഛേദനിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ എന്ന പേർ വിളിച്ചു. അത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. ഇപ്പൊ ഏറ്റവും കുഴപ്പം എന്താണെന്നറിയോ? നമുക്ക് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, സ്പീക്കറുണ്ട്, അവസരമുണ്ട്, LED സ്ക്രീനുണ്ട്, ഇല്ലാത്ത ഒരു കുന്തവും ഇല്ല. എല്ലാം ഉണ്ട്, പക്ഷെ ഒരു സാധനം ഇല്ല. റെവറൻഷ്യൽ ഫിയർ ഓഫ് ഗോഡ്. ഒരു ഭർത്താവും ഭാര്യയും കൂടെ സംസാരിക്കുമ്പോൾ അവർ അകന്നിരിക്കുന്നുവെങ്കിൽ ആദ്യം അവർ തമ്മിൽ ഉള്ള ബന്ധത്തിൽ നഷ്ടപ്പെടുന്ന കാര്യമാണ് റെസ്പെക്ട്. ലവ് വിതൗട്ട് റെസ്പെക്ട് ഈസ് ഫേക്ക്. ബഹുമാനമില്ലാത്ത സ്നേഹം കപടമാണ്. ഭയം തോന്നുന്നില്ലേ? കർത്താവ് കരുണ കാണിക്കും. യഥാസ്ഥാനപ്പെട്ടാൽ മതി. ആരും അറിയണ്ട, നീയും അവനുമായിട്ടാ കാര്യമുള്ളത്. വി ആർ അക്കൗണ്ടബിൾ ടു ഗാഡ്. ഞാനീ പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ
ദൈവസന്നിധിയിൽ അക്കൗണ്ടബിൾ ആണ്. ആരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, വായിച്ചോട്ടെ. യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഒബേദ് ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഒബേദ് ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഒബേദ് ഏദോമിനെയും അവന്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. ദാവീദിന്റെ കണ്ണ് പെട്ടകത്തിലാണ്. ഇത് എങ്ങനെ എന്റെ അടുക്കൽ കൊണ്ടുവരാം? ദാവീദിന്റെ നഗരത്തിൽ യഹോവ വാഴട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ കണ്ടത് എന്തുവാന്ന് വെച്ചാൽ, പിന്നീട് ദാവീദ് പോയിട്ട് അന്വേഷിച്ച് കാണും എങ്ങനെയാണ് ഈ പെട്ടകം കൊണ്ടുവരേണ്ടത്. കാളയല്ല, ആനയെ കൊണ്ടുവന്നാലും കർത്താവിന് പിടിക്കത്തില്ല. അതിന് നിയമിക്കപ്പെട്ടവരുണ്ട്. അവർ വന്നാലേ കർത്താവിന് ഇഷ്ടപ്പെടത്തുള്ളൂ. നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ അവന് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. തട്ടിപ്പോകാതിരിക്കുന്ന അർത്ഥം. അല്ലെങ്കിൽ കട്ടപ്പോകാം. കട്ടപ്പന കുട്ടപ്പനാണെങ്കിലും എൻ്റെ വീട്ടുപേര് പോലെ കട്ടപ്പുറത്താണെങ്കിലും ഒരു കാര്യമില്ല. ചില കാര്യങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാതിരിക്കുന്നുണ്ടോ? ആൻസർ മാനസാന്തരത്തിലായിരിക്കുന്നേ, യഥാസ്ഥാനത്തിലായിരിക്കുന്നേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കാതിരുന്നതിനായി സ്തോത്രമെന്നൊന്ന് പറയാമോ? ഒരു ദിവസം ഒരു ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം അദ്ദേഹം പ്രാർത്ഥിക്കുക, ദൈവമേ, ഈ മനുഷ്യന് നൽകിയ ഏകാന്തതയ്ക്കായി സ്തോത്രം. കാരണം ആ ഏകാന്തതയിൽ ഇരുന്നപ്പോഴാണ് ഞാൻ പത്മോസിൽ ഇരിക്കുന്ന പോലെ ഒരനുഭവം ഉണ്ടായത്. അവിടെ വെച്ചാ ചില പാട്ടുകൾ എഴുതിയത്, അവിടെ വെച്ചാ കർത്താവിനെ കൂടുതൽ അറിയാനിടയായത്. നിന്റെ ഏകാന്തതയ്ക്കായി സ്തോത്രം. Social isolation, I stotram. The only thing that you need to know, young people, yes, you need to know your identity and purpose. Yes, music is not my identity. Ministry is not my identity. എൻ്റെ ഐഡന്റിറ്റി യോഹന്നാൻ പറഞ്ഞതുപോലെയാ. പൗലോസ് പറയുമ്പോൾ ഞാൻ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറഞ്ഞു. എന്നാൽ യോഹന്നാൻ പറഞ്ഞു, തൻ്റെ പേര് പോലും വെളിപ്പെടുത്താതെ ഗോസ്പൽ മുഴുവൻ എഴുതിയിട്ട് പറഞ്ഞു, യേശു സ്നേഹിച്ച ശിഷ്യൻ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാറ്. കർത്താവേ, യുവർ സെൽഫ്ലെസ് ലവ് എല്ലാം വിട്ട് എന്നെയും നിന്നെയും കർത്താവെ രക്ഷിപ്പാനായി യേശു ജഡത്തിൽ വെളിപ്പെട്ടു. കർത്താവെ, ഒരുപാട് കാര്യങ്ങൾ ഇവരോട് പറയാൻ ദൈവം സഹായിച്ചു. പിന്നീട് ജോസഫ് മാസ്റ്റർ വന്ന് ചോദിക്കും, നിങ്ങൾ എന്താ കേട്ടേന്ന് ചോദിക്കുമ്പോൾ, ഭയങ്കര മീറ്റിംഗ് ആയിരുന്നെന്ന്. അല്ല, ഇന്നതാ പറഞ്ഞത്. അത് പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡെലിവറൻസ് എനിക്കുണ്ടായി എന്ന് അവർ പറയാൻ ഇടയാകട്ടെ. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായി ഈ മീറ്റിംഗ് അടുത്തു വന്നു. ഞങ്ങൾ അടുത്തു വന്നു. നിന്റെ കരുണ ഒഴുകട്ടെ, നിന്റെ കൃപ ഒഴുകട്ടെ. കരുണാമയനേ, കരുണാമയനേ, അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയിൽ എൻ പ്രാണനെ അണയാതെ ഇന്നു നീ കാത്തിടണമേ. നിന്റെ എന്നും ജീവനാണേ.
കരകളെ ഉയർത്തി. Oh, come, let us adore him. Oh, come, let us adore. Hear Christ the Lord. We give him all the glory. We give him all the glory. We give him all the glory. Christ the Lord. Yeshua. എല്ലാം ഒട്ടും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാം ഒട്ടും നിങ്ങൾ കേട്ട വചന നിമിത്തം എന്തെങ്കിലും ദൈവപ്രസാദമുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിയാട്ടെ. ദൈവത്തിന് പൂർണ്ണ പ്രസാദമുള്ള എന്തോ തീരുമാനങ്ങൾ നിങ്ങളെ ഇവിടെ വെച്ച് എടുത്തെങ്കിൽ ഒന്ന് കരമുയർത്തിയാട്ടെ. കരം ശരിക്കൊന്ന് ഉയർത്തിയാട്ടെ. എന്തോ ആരോടോ ക്ഷമിക്കാനായിരിക്കും, എന്തോ ആരോടോ ക്ഷമ കൊടുക്കാനായിരിക്കും, ചിലരോട് ക്ഷമ ചോദിക്കാനായിരിക്കും, സക്കായിയെ പോലെ എന്തോ കാര്യങ്ങൾ തിരുത്താനായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് പൂർണ്ണ പ്രസാദമുള്ളത് ചെയ്താൽ ഹല്ലേലൂയ നിങ്ങൾക്ക് ദൈവപ്രസാദം ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. അവൻ കരുണയുള്ള കർത്താവാണ്. അവൻ നിങ്ങളെ കൈവിട്ടേച്ച് പോകത്തില്ല. പക്ഷെ ഉസ മരിക്കും, ദാവീദിന് കൃപ ലഭിക്കും. അനേക മരണങ്ങൾ ഒഴിവാക്കാൻ യെസ് ഇത് സംഭവിക്കട്ടെ. ഈ മാനസാന്തരം അത് നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ. എന്നാൽ മേഘാരൂഢനായി യേശു വരുന്നു, യേശു വരുന്നു. ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സഭ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവവിഷയമായി സമ്പന്നമാകട്ടെ. ദൈവവിഷയമായി സമ്പന്നമാകട്ടെ. ദൈവവിഷയമായി സമ്പന്നമാകട്ടെ. വിശ്വാസവും സ്നേഹവും പ്രത്യാശയും വർദ്ധിക്കട്ടെ. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ഇവരെ അന്തരംഗം പ്രാപിക്കട്ടെ. ഇവർ ക്രിസ്തുവിനോട് അനുരൂപമാകട്ടെ. യേശു വരുമ്പോൾ പറന്നു പോകുവാൻ തക്കവണ്ണം മരണത്തെ ഭയമില്ലാത്ത, ഹൃദയം കുറ്റം വിധിക്കാത്ത, പ്രാഗൽഭ്യമുള്ള മക്കളായി ഞങ്ങൾ എല്ലാം തീരുവാൻ കർത്താവേ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ഞങ്ങളുടെ ചിന്തകളെക്കുറിച്ച്, രീതികളെക്കുറിച്ച്, സംസാരത്തെക്കുറിച്ച്, പ്രവൃത്തികളെക്കുറിച്ച് കുറ്റബോധം ദൈവം നൽകിയാൽ ഞങ്ങൾക്ക് മരണഭീതി മാറും എന്ന് അറിയാവുന്നതുകൊണ്ട് കർത്താവേ പരിശുദ്ധാത്മാവേ, where we need to change, where we need to correct, yes അത് ചെയ്യാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. അടിയനെ ഓർത്തും പ്രാർത്ഥിക്കണമേ. I am also entering into a new season in my life. അബദ്ധങ്ങൾ ഞാനും കാണിക്കാതിരിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ കൂടെ ചോദിക്കുന്നു. അനേകരുടെ പ്രാർത്ഥനയാൽ ലഭിക്കുന്ന കൃപയാലൊക്കെയാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. എൻ്റെ അപ്പൻ ഒരു 30 കൊല്ലം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ കണ്ണുനീരൊക്കെ കർത്താവിൻ്റെ തുരുത്തിയിൽ സൂക്ഷിച്ചതുകൊണ്ട് എനിക്ക് ലഭിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല അമ്മയപ്പന്മാരുള്ളവരെല്ലാം ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നല്ല മക്കളുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നല്ല ഭാര്യമാരെ ലഭിച്ചവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നല്ല ഭർത്താക്കന്മാരുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നല്ല സഭയെ ദൈവം നിങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം പറഞ്ഞാട്ടെ. നല്ല ദൈവദാസന്മാരെ നിങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ലഭിച്ച സന്ദേശത്തിനായി സ്തോത്രം പറഞ്ഞാട്ടെ.
കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ.